സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്നേഹദൂത് മിനിസ്ട്രിയും ഷേലോം ഇവാഞ്ചലിക്കൽ മിനിസ്ട്രിയും ചേർന്ന് ഈ കന്യമലയിൽ ക്രമീകരിക്കപ്പെട്ട സുവിശേഷം മഹായോഗത്തിന്റെ സമാപന രാത്രിയിലേക്ക് കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ കൊയർ ടീമിനെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ രാത്രിയിലെ ശുശ്രൂഷ വലിയ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ കർത്താവ് സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ.
വാനവും ഭൂമിയും ചമച്ചവരേ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലം എന്റെ കോട്ടയം നീ മാത്രമേ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലം എന്റെ കോട്ടയം നീ മാത്രമേ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലം എന്റെ കോട്ടയം നീ മാത്രമേ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ നീ എൻ ആശ്രയം യേശുനാഥാ നീ എൻ ശൈലം എന്റെ കോട്ടയം നീ മാത്രമേ യേശുനാഥാ നീ എൻ ദൈവം യേശുനാഥാ എന്റെ സർവവും നീക്കുള്ളവൻ എന്റെ സർവവും എല്ലാറ്റിലും ജീവനെന്റെ തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും ജീവനെന്റെ തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും തേനിലും മധുരമാം തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകരേ യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകരേ യേശു ക്രിസ്തു മാധുര്യവാൻ
എന്റെ സർവവും നീക്കുള്ളവൻ എന്റെ സർവവും എല്ലാറ്റിലും ജീവനെന്റെ കാൽ തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും ജീവനെന്റെ കാൽ തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും He is my all, He is my everything, both great and small. He is life for me, made everything new. Christ is my everything, now how about you? He is my everything, He is my all, He is my everything, both great and small. He is life for me, made everything new. Christ is my everything, now how about you? Like honey in the road, sweet honey in the road. Oh, He tastes like honey in the road. Oh, taste and see that, for the Lord is good. Oh, He tastes like honey in the road. Oh, taste and see that, for the Lord is good. Oh, He tastes like honey in the road. എന്റെ സർവവും നീക്കുള്ളവൻ എന്റെ സർവവും എല്ലാറ്റിലും ജീവൻ പേർക്കാൻ തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും ജീവൻ പേർക്കാൻ തന്നതിനാൽ നീ എന്റെ സർവവും എല്ലാറ്റിലും തേനിലും മധുരമാം തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യവാൻ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ 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 യേശു ക്രിസ്തു മാധുര്യവാൻ ഇതെത്രയും വിചിത്രമേശുരക്ഷക ഇത്രമേൽ എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേശുരക്ഷക എത്ര ദൂരം അങ്ങേ വീട്ടോടി അത്ര എത്ര ദൂരം
എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേ സുരക്ഷക എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേ സുരക്ഷക എത്ര ദൂരം അത്ര നേരം കാത്തു എത്ര ദൂരം വീട്ടൂടി അത്ര നേരം കാത്തു തള്ളിക്കളഞ്ഞതില്ലെന്നെ ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു തന്നിൽ എത്ര ദൂരം അങ്ങി വീട്ടൂടി അത്ര നേരം കാത്തു നിന്നെ എത്ര ദൂരം അങ്ങി വീട്ടൂടി അത്ര ഇത്രമേൽ എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേ സുരക്ഷക ഇത്രമേൽ എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേ സുരക്ഷക എത്ര ദൂരം അങ്ങി വീട്ടൂടി അത്ര നേരം കാത്തു എത്ര ദൂരം അങ്ങി വീട്ടൂടി അത്ര നേരം കാത്തു കിടന്നപ്പോൾ കാരിലും പാണിയല്ല വേദന നാശത്തിലായൊരു രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോദനം ക്രൂശിൽ കിടന്നപ്പോഴും കാരിലും പാണിയല്ല വേദന നാശത്തിലായൊരു രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോദനം എത്ര ദൂരം അങ്ങി വീട്ടൂടി അത്ര നേരം കാത്തു നിന്നെ എത്ര ദൂരം അങ്ങി വീട്ടൂടി അത്ര നേരം കാത്തു നിന്നെ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേ സുരക്ഷക ഇത്രമേൽ എന്നെ സ്നേഹിച്ചു
ഇതെത്രയും വിചിത്രമേശുരക്ഷക എത്ര ദൂരം അങ്ങ് വീട്ടോടി അത്ര നേരം കാത്തു നിന്നെ എത്ര ദൂരം അങ്ങ് വീട്ടോടി അത്ര നേരം കാത്തു നിന്നെ. കൺവെൻഷന്റെ കടശി രാത്രി ഒരുമിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാൻ സർവ്വപ്രഭാലുവാ ദൈവം നമ്മുടെ ഓരോരുത്തർ ജീവിതത്തിൽ ഒരുക്കിയ വലിയ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് അങ്ങയോട് സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഒരുമിച്ച് തുറന്ന നിമിഷം കർത്താവ് നമുക്ക് പാട്ടുപാടി കരങ്ങളെ ഇടിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്ന ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ ഇടിച്ച് നമുക്ക് ചേർന്ന് കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി നിർത്തി എല്ലാ ഭൗതിക ചിന്തകളും മാറ്റി ഇന്ന് രാത്രിയിൽ അല്പനിമിഷം നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ആത്മീയമായ ചിന്തയിൽ അമ്മ സ്തോത്ര കർത്താവിനെ സ്തുതിക്കുവാൻ അവ എല്ലാ ഭൗതിക ചിന്തകളും മാറ്റി മനസ്സിലെല്ലാം പിടിമുറുക്കുകളും മാറ്റി നിർത്തി അവൻ സന്തോഷത്തോടെ നിറപുഞ്ചിരിയോടെ അവൻ കർത്താവിനത്തിൽ കടന്നു വരുമ്പോൾ അവൻ ദുഃഖത്തോടെ എല്ലാം അറിയിച്ച് സന്തോഷത്തോടെ കർത്താവിനെ ചെയ്യണം, ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ കർത്താവിനെ കടന്നു വരുമ്പോൾ ദുഃഖത്തോടെ അല്ല സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കണം. സ്തോത്രം. അവൻ ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൽ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിൽ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലോ ചിന്തക്കുടിയിലോ രാജീലും ദൈവമേ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലോ ചിന്തക്കുടിയിലോ രാജീലും ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഉത്തമ സ്നേഹിതേ നിത്യേന വ്യാജമേ കൂട്ടാളിയാണേ. ഉത്തമ സ്നേഹിതേ നിത്യേന വ്യാജമേ കൂട്ടാളിയാണേ. എന്തിനെ ഭാരങ്ങൾ എന്തിനെ വ്യാകുലോ കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടോ. എന്തിനെ ഭാരങ്ങൾ എന്തിനെ
വ്യാകുലോ കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടോ ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദരായോ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദരായോ കാവേള ശബ്ദങ്ങൾ കേട്ടിട നേരമായി കഷ്ടങ്ങളെ പ്രിയരെ കാണാനായി കാവേള ശബ്ദങ്ങൾ കേട്ടിട നേരമായി കഷ്ടങ്ങളെ പ്രിയരെ കാണാനായി എന്നോ നീ വന്നിടോ എപ്പോൾ നീ വന്നിടോ എത്ര നോക്കി ഞാൻ കാക്കേണം പ്രിയരെ എന്നോ നീ വന്നിടോ എപ്പോൾ നീ വന്നിടോ എത്ര നോക്കി ഞാൻ കാക്കേണം പ്രിയരെ ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദനായകോ ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദനായകോ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദനായകോ ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദനായകോ അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം ഭൂമി വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലോ ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലോ ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദനായകോ ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദനായകോ ഇത്രയേ ഉത്താവ സ്നേഹിതേ നിത്യേന രാജാവേ കൂട്ടാളിയാണേ ഇത്രയേ ഉത്താവ സ്നേഹിതേ നിത്യേന രാജാവേ കൂട്ടാളിയാണേ എന്തിനെ ഭാരങ്ങൾ എന്തിനെ വ്യാകുലോ കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടോ എന്തിനെ ഭാരങ്ങൾ എന്തിനെ വ്യാകുലോ കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടോ ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദനായകോ ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദനായകോ കാവേള ശബ്ദങ്ങൾ കേട്ടിട നേരമായി കഷ്ടങ്ങളെ പ്രിയരെ കാണാമായി കാവേള ശബ്ദങ്ങൾ കേട്ടിട നേരമായി കഷ്ടങ്ങളെ പ്രിയരെ കാണാമായി യേശു നീ വന്നിടോ എപ്പോഴി വന്നിടോ എത്ര നോക്കിയോ പ്രിയരെ യേശു നീ വന്നിടോ എപ്പോഴി വന്നിടോ എത്ര നോക്കിയോ പ്രിയരെ ക്രിസ്തീയ ജീവിതോ സൗഭാഗ്യ ജീവിതോ കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദനായകോ 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 ഹല്ലേലൂയ
Hallelujah, 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 hallelujah. ഒരു പാട്ടോടെ പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവ് നമുക്ക് സ്തുതിക്കാം. ഇരിക്കുന്ന ഇരിപ്പിടം വിട്ട് ഒരു വാസം എല്ലാവർക്കും അത് സ്ഥലം എഴുന്നേറ്റ് നിൽക്കാമല്ലോ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേലാരും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, വേലാരും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര ഭാഗുരമാരെ വായിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയോരില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോരില്ല ഞാൻ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര ഭാഗുരമാരെ വായിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയോരില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോരില്ല ഞാൻ. പ്രേമമിന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. അവൻ പ്രേമമിന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര പ്രാകുരരാജാരന്മാരിൽ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയോരില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോരില്ല ഞാൻ. പുത്രിമാരെ ചുറ്റും നിന്നോരാപകൾ പ്രിയനോടുള്ള അനുരാഗം അവർ നേടുകെ. പുത്രിമാരെ ചുറ്റും നിന്നോരാപകൾ പ്രിയനോടുള്ള അനുരാഗം അവർ നേടുകെ. സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര ഭാഗുരരാജാരന്മാരെ വായിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയോരില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോരില്ല ഞാൻ. അവൻ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോട് കൂടെ എന്നെ മാറി വിളിച്ചാൽ. അവൻ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോട് കൂടെ എന്നെ മാറി വിളിച്ചാൽ. സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര ഭാഗുരരാജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വേടിയോരില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയോരില്ല ഞാൻ. അവർ വെള്ള
വിളങ്ങിടുന്ന വേടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകിൽ അവർ വെള്ളത്തിൻ കോവില പോലെ വിന്നെ വിളങ്ങിടുന്ന വേടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകിൽ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര സാഗരം ഞാനെ മാറിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ സർവക സുന്ദരൻ തന്നെ എന്നെ വിളിച്ചാവേ സർവസുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന അവേ സർവക സുന്ദരൻ തന്നെ എന്നെ വിളിച്ചാവേ സർവസുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര സാഗരം ജാലന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര സാഗരം ജാലന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ പ്രേമമെന്നെ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ അവേ പ്രേമമെന്നെ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞ് ലോകയാത്ര ജാലന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര ജാലന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ അവരെ പുത്രിമാരൻ ചുറ്റും നിന്നൂരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം അവർ നേടുകൽ അവരെ പുത്രിമാരൻ ചുറ്റും നിന്നൂരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം അവർ നേടുകൽ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര ജാലന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ അവേ ലോക സുഖ സൗകര്യങ്ങളാകുന്ന ഭേദാവങ്ങൾ കോടിയോട് കൂടെ എന്നെ പാടി വിളിച്ച അവേ ലോക സുഖ സൗകര്യങ്ങളാകുന്ന ഭേദാവങ്ങൾ കോടിയോട് കൂടെ എന്നെ പാടി വിളിച്ച സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര ജാലന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ അവർ വെള്ളത്തിൻ കോവില പോലെ വിന്നെ വിളങ്ങിടുന്ന വേടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകയും അവരെ വെള്ളത്തിൻ കോവില പോലെ വിന്നെ വിളങ്ങിടുന്ന വേടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകയും സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര ജാലന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര ജാലന്മാരെ വാരിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം
വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര ജാനകാരെ മാറിക്കുമോ വത്സല മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ സുവിശേഷത്തിന്റെ വലിയ കാറ്റ് ഈ കന്നിമരകളെ അടിക്കാൻ പോവുകയാണ്. സുവിശേഷത്തിന്റെ വലിയ കാറ്റ് കന്നിമരകളെ അടിക്കാൻ പോവുകയാണ്. ആത്മാവിന്റെ പ്രവചിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ സുവിശേഷത്തിന്റെ വലിയ കാറ്റ് ആത്മമണ്ഡലം മാറട്ടെ, ആത്മമണ്ഡലം മാറട്ടെ. ശബ്ദം തീവ്രമാനം നിറവതരാം. Oh, hallelujah, hallelujah, hallelujah. In the name of Jesus, in the name of Jesus, in the name of Jesus. ശബ്ദം കമലകടക അടകൾ കമലകട വീരസാരമാനം പുരാജ അർത്ഥ പ്രൗഢമാനം തരൂ ശബ്ദം പ്രൗഢമാനം സുവിശേഷത്തിന്റെ വെളിച്ചം വീശട്ടെ, സുവിശേഷത്തിന്റെ വെളിച്ചം വിധിക്കട്ടെ. ശബ്ദം കമലകട ആർക്കും തടയാതവണ്ണം പാടിൽ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റാത്ത നിലവാരത്തിൽ സുവിശേഷത്തിന്റെ കാറ്റ് കന്നിമരകളെ വെളിപ്പെടുത്തേ. സുവിശേഷത്തിന്റെ വെളിച്ചം, സുവിശേഷത്തിന്റെ വെളിച്ചം, സുവിശേഷത്തിന്റെ വെളിച്ചം. എല്ലാ ഇരുളുകൾ മാറട്ടെ, എല്ലാ ഇരുളുകൾ മാറട്ടെ, എല്ലാ പാപത്തിന്റെ ആസക്തികൾ മാറട്ടെ. വെളിച്ചം, 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 സുവിശേഷത്തിന്റെ വെളിച്ചം. സുവിശേഷം ഒരു മനുഷ്യനെ പണിയും, സുവിശേഷം ഒരു മനുഷ്യനെ പണിയും, സുവിശേഷം ഒരു മനുഷ്യനെ പണിയും, സുവിശേഷം ഒരു മനുഷ്യനെ വീഴ്ത്തുകയും. എവിടൊക്കെയാണ് സുവിശേഷം വെളിപ്പെട്ടത് അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടൊക്കെയാണ് സുവിശേഷത്തിന്റെ വെളിച്ചം വന്നിട്ടുള്ളത് അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പൂർണ്ണമാനം തരാം. എല്ലാ പാപങ്ങൾ മാറട്ടെ, എല്ലാ പാപങ്ങൾ മാറട്ടെ, എല്ലാ അടിശനുകൾ മാറട്ടെ. സുവിശേഷത്തിന്റെ വെളിച്ചം വീശട്ടെ. സുവിശേഷത്തിന്റെ കാറ്റടിക്കട്ടെ, സുവിശേഷത്തിന്റെ കാറ്റ്. ഇവർ ആദ്യമത്തെ സ്റ്റെപ്പായത്, ഇവർ ആദ്യമത്തെ സ്റ്റെപ്പായത് നിലയെല്ലാം മാറാൻ പോവുകയാണ്. ശബ്ദം കമലകടകട ശബ്ദം പ്രൗഢമാനം തരാം. Hallelujah, hallelujah, hallelujah. ഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കാം. സുവിശേഷം ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യും. കാലിൽ ആർക്കും തിരുത്തുവാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങളാണോ കാലിൽ എന്നെ കേൾക്കുന്നത്? ആർക്കും തിരുത്തുവാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങളാണോ എന്നെ കേൾക്കുന്നത്? മാതാപിതാക്കൾക്ക് തിരുത്തുവാൻ കഴിയാത്തത്, അധ്യാപകർക്കും തിരുത്തുവാൻ കഴിയാത്തത് സുവിശേഷത്തിന് തിരുത്തുവാൻ കഴിയും. മാറാത്തത് മാറ്റുന്നതാണ് സുവിശേഷം, മാറാത്തത് മാറ്റുന്നതാണ് സുവിശേഷം, മാറാത്തത് മാറ്റുന്നതാണ് സുവിശേഷം. സുവിശേഷം പറയുക, സുവിശേഷം പറയുക, സത്യ സുവിശേഷം പറയുക. കരം കൊടുത്ത്
അടുത്തെന്ന് പറഞ്ഞാട്ടെ സുവിശേഷം പറയുക. പറഞ്ഞാട്ടെ അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞാട്ടെ സുവിശേഷം പറയുക. ഹാലേലൂയ. ആർക്കും മാറ്റാൻ പറ്റാത്തത് സുവിശേഷത്തിന് മാറ്റാൻ പറ്റും. എത്ര പേര് വിശ്വസിക്കുന്നു? ആർക്കും ചേഞ്ച് ചെയ്യാൻ കഴിയാത്തത് സുവിശേഷത്തെ ചേഞ്ച് ചെയ്യാൻ കഴിയും. സുവിശേഷം പറയുക. ലജ്ജ കൂടാതെ സുവിശേഷം പറയുക. ലജ്ജ കൂടാതെ സുവിശേഷം പറയുക. അധ്യാപകർക്ക് മാറ്റാൻ കഴിയാത്തത്, പേരൻസിന് മാറ്റാൻ കഴിയാത്തത് സുവിശേഷത്തിന് മാറ്റാൻ കഴിയും. സുവിശേഷത്തിന് ശക്തിക്ക് മാറ്റാൻ കഴിയും. എല്ലാ അലങ്കോലമായി കിടക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങളെ അലങ്കാരമാക്കാൻ കഴിയുന്ന ഒരു സുവിശേഷം വെളിപ്പെടുക തന്നെ ചെയ്യുന്നു. ഒരിക്കൽ കൂടെ അലങ്കോലമായി കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ അലങ്കാരമായി പണിയുവാൻ സുവിശേഷത്തിന് കഴിയും. അസാധാരണമായ സാന്നിധ്യം ഈ ഹോളിന്മേൽ വ്യാപരിക്കുന്നു, ഈ പന്തലിന്മേൽ വ്യാപരിക്കുന്നു. അലങ്കോലമായി കിടക്കുന്നത്, അലങ്കോലമായി കിടക്കുന്നത് അലങ്കാരമാക്കുവാൻ സുവിശേഷത്തിന് കഴിയും. എഫെസോസിൽ പൗലോസ് വചനം വിതച്ചു. എഫെസോസിൽ പൗലോസ് വചനം വിതച്ചു. വിതച്ച വചനം പരന്നു വചനം പ്രബലപ്പെട്ടു. ചില ആർത്തമീസിന്റെ അടിത്തറ ഇളക്കിയത് പോലെ സുവിശേഷം ചിലതിന്റെ അടിത്തറ ഇളക്കാൻ പോകുക. എല്ലാ ദേശത്തിന്റെ ശക്തികളെ അടിസ്ഥാനങ്ങളെ ഇളക്കുവാൻ സുവിശേഷത്തിന് കഴിയും. എല്ലാ ദേശത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുവാൻ സുവിശേഷത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ അത് വാത്തുറന്ന് യേശുവേന്ന് വിളിച്ചാട്ടെ. വിശ്വസിക്കുന്നവർ അലങ്കാരമായി കിടന്നതിന് ആവർത്തിക്കുന്നു. ഞാൻ അലങ്കാരമായി കിടക്കുന്നതിന് അലങ്കാരമാക്കുവാൻ കഴിയുന്ന സുവിശേഷം ഈ കന്യമരെ വെളിപ്പെട്ടിരിക്കുകയാണ്. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാ മദ്യത്തിന്റെ അടിശനുകൾ മാറട്ടെ, തലമുറകളെ തകർക്കുന്ന എല്ലാ മദ്യപാനത്തിന്റെ തിരിച്ചുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ കന്യമരുടെ മാറട്ടെ. അസമാധാനത്തെ വിതയ്ക്കുന്ന എല്ലാ ഹാലിലും മദ്യത്തിന്റെ ലഹരി പദാർത്ഥങ്ങളുടെ അടിശനുകൾ അസമാധാനത്തെ കുടുംബത്തിൽ നിന്ന് അസമാധാനത്തെ വിതയ്ക്കുന്ന എല്ലാ മദ്യത്തിന്റെ, എല്ലാ മയക്കുമരുന്നിന്റെ, എല്ലാ പാപത്തിന്റെ എല്ലാ അടിശനുകൾ വിശേഷം നിമിത്തം മാറട്ടെ. വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. ബാഹ്യമായ കണ്ണുകളിൽ കാണാൻ പോവുകയാണ് നമ്മൾ. ആത്മമണ്ഡലങ്ങളിൽ കാണാൻ പോവുകയാണ് നമ്മൾ. വരുന്ന നാളുകളിൽ ഈ കന്യമലയുടെ പേര് മാറാൻ പോവുകയാണ്. കന്യമലയിൽ നിന്ന് വല്ല നന്മ വരുമോ, കന്യമലയിൽ നിന്ന് വല്ല നന്മ വരുമോ എന്ന് ലോകം നോക്കുകയാണ്. നന്മ യേശു വെളിപ്പെടാൻ പോവുകയാണ്. ഇരുകൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ സ്തുതിച്ചിടുമെന്നും ചവടിയാട്ടെ. കൃപയ്ക്കായി കരവസ്ത്രത്തിലേക്ക് ഉയർത്തി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും മോചനം വീണ്ടും ചേരണം മോചനം വീണ്ടും ചേരണം നീചപാവി
സ്വർഗാനുഗ്രഹങ്ങളും അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്ന് അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്ന് അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്ന് അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ചേർന്ന് അടച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷൻ അവസാന രാത്രിയിലും അവൻ ദൈവശബ്ദം നമ്മുടെ കാതുകൾ കേൾക്കുവാൻ തക്കവണ്ണം അവൻ ഹല്ലേലൂയ അവൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും നിറപ്പാശക്തനായ ദൈവ സാന്നിധ്യം ഇത് രാത്രിയിൽ നടുവിൽ വെളിപ്പെട്ടു വിടുവാൻ തക്കവണ്ണം അവൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആദാഹത്തോടെ അവനെ ഒരു പ്രത്യാശയുടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ അവൻ ഒരിക്കലും കർത്താവ് നിരാശയോടെ മടക്കി വിടത്തില്ല. അവൻ ഹല്ലേലൂയ പ്രത്യാശയുടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുന്നവരെ അവൻ നിറപ്പാശക്തനായ ഒരു ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നടുവിൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ടോ? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. രാത്രികളിൽ ആരും മൗനമായിരിക്കാതെ നമ്മുടെ വായികളെ തുറന്നോ, അധരങ്ങളെ തുറന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വായികളെ തുറന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവനാരും മൗനമായിരിക്കാതെ. ഹല്ലേലൂയ. നല്ല ദൈവമേ കർത്താവേ, ഇന്നലെ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതായിട്ടുണ്ടപ്പോ ഈ രാത്രിയിലെ ദൈവ ശബ്ദം ഞങ്ങളുടെ കാതിൽ കേൾക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. മാനുഷിക ശബ്ദമല്ലപ്പോ ദൈവ ശബ്ദം ഇന്ന് രാത്രി ഞങ്ങളുടെ കാതിൽ കേൾപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗം ഞങ്ങളുടെ ആക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൺവെൻഷന്റെ രാത്രിയിലെ ദൈവ സാന്നിധ്യം ഞങ്ങൾ വ്യക്തമായി സംസാരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൊണ്ടുവന്നിരിക്കുന്ന ദൈവദാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പോ അവൻ മാനുഷിക ശബ്ദമായിട്ടല്ല ഒരു ദൈവ ശബ്ദം രാത്രി കർത്താവ് മുഴങ്ങുവാൻ തക്കവണ്ണം ഈ ദേശത്തോട് സംസാരിക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും സംസാരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ എവിടെയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മാനിച്ച് അനുഗ്രഹിച്ചാട്ടെ. സകലമാന മുഹൂർത്തം അങ്ങെടുക്കണം യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താവട്ടെ. ഈ കന്യവലയിൽ ക്രമീകരിച്ച സുവിശേഷ മഹായോഗത്തിന്റെ സമാപന രാത്രിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിവരുത്തിയല്ലോ. കാലാവസ്ഥ നമുക്ക് അനുകൂലമാക്കി നൽകിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കൊയറിന് ആരാധനയെ നയിക്കുവാനും പരിശുദ്ധാത്മാവ് സഹായിച്ചല്ലോ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാരംഭമായിട്ട് നമ്മുടെ നടുവിലായിരിക്കുന്ന വില്യൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല രാത്രി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിക്കപ്പെട്ടതായിട്ടുള്ള ഈ കൺവെൻഷന്റെ മൂന്നാം ദിനം രാത്രിയിലും കർത്താവിന്റെ സാന്നിധ്യം കൂടെയുള്ളതിൽ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേക ഈ രാത്രിയിൽ ദൈവം ശുശ്രൂഷിക്കുന്ന പ്രിയ കർത്താവിന്റെ ആവശ്യത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീടുകളിൽ
വീഥികളിലും മറ്റ് വഴിയോരങ്ങൾ പല സ്ഥാനങ്ങളായിരിക്കുന്നവരെ ഹൃദ്യമായി ദൈവീയ വചനങ്ങൾ കേൾക്കപ്പെടുവാൻ അവരുടെ ഹൃദയത്തിൽ ആ മനസ്സ് മാറി ദൈവത്തെ അറിയുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെല്ലാ ക്രമീകരണങ്ങളും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ലൈറ്റ് മറ്റ് ശബ്ദം സകല സിസ്റ്റങ്ങളെയും ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ശത്രുവും കാണാതെ വണ്ണം ദൈവകരവലയത്തിൽ സൂക്ഷിക്കപ്പെടുവാൻ സ്വർഗ്ഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായ തന്റെ ദാസനോട് കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിമിഷമായിരിക്കുമ്പോൾ ദിവ്യ വചനങ്ങൾ ഞങ്ങളോട് സംസാരിക്കപ്പെടുവാൻ ദൈവോട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയിൽ ഞങ്ങളെ സഹായിച്ച ദൈവദാസന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. തുടർന്ന് ജോബിൻ ദൈവദാസൻ മുന്നോട്ട് കടന്നു വന്ന് തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നേ. പരിശുദ്ധ പിതാവേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങനെ ആശ്രയിച്ച് തീരുമാനിച്ച ഈ കൺവെൻഷൻ യോഗത്തിന്റെ അവസാന രാത്രിയിലേക്ക് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ കർത്താവ് ഞങ്ങളുടെ വചനമായി കടന്നു തുടങ്ങിയ കർത്താവദാസൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൃത്യവും ശക്തമായി ഞങ്ങളോട് സംസാരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവിക ശബ്ദം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യയിൽ കേൾക്കുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതുപോലെ കാലം രാത്രികാലം കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവ് ഇന്ന് രാത്രികാലം കടന്ന ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വലിയ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങി പോകുവാൻ സ്വർഗ്ഗം ഞങ്ങൾ ഒരുമിച്ച് സഹായിക്കണം. പ്രാർത്ഥന കേട്ട സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷ മഹായോഗത്തിന്റെ സമാപന രാത്രിയിലേക്ക് കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയല്ലോ. കർത്താവ് ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. കഴിഞ്ഞ 2 ദിവസവും നമ്മളോട് കർത്താവ് വളരെ ശക്തമായി സംസാരിക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ദൈവം ഈ ദേശത്തോടും ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് സംസാരിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അല്ലെ, ദൈവവചനത്തിലൂടെ എന്നോട് ഇന്ന് രാത്രിയിൽ കർത്താവ് നിശ്ചയമായും സംസാരിക്കും. എന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരത്തക്ക രീതിയിൽ, ഈ ദേശത്തിന് ഒരു വലിയ മാറ്റം കൊണ്ടുവരത്തക്ക രീതിയിൽ, കടന്നു വന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ആത്മീയ വർധനവ് വരത്തക്ക രീതിയിൽ ഇന്ന് രാത്രിയിൽ വചനം ഇടപെടുമെന്ന് പറഞ്ഞാൽ എത്ര പേർ സ്തുതിക്കും? ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. തുടർന്ന് നമ്മൾ വചനം കേൾക്കുവാൻ പോവുകയാണല്ലോ. ബഹുമാനനായ സുരേഷ് പാസ്റ്ററെ അതിനായിട്ട് കരങ്ങൾ ഇടിച്ച് നമ്മൾ ഒരുമിച്ച് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കൺവെൻഷന്റെ അല്ലെങ്കിൽ ഈ മുറ്റത്ത് കൺവെൻഷന്റെ ഈ 3ാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി എനിക്ക് ഇങ്ങനെ ഈ നിൽക്കുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. വിശേഷാൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾ ഹല്ലേലൂയ സ്തോത്രം. കൊയർ ലീഡ് ചെയ്യുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, മൈക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്ന പ്രിയ പാസ്റ്റർ, വിശേഷാൽ ഈ ഭവനത്തിലെ പ്രിയ അഭിലാഷ്, എൻ്റെ സുഹൃത്താണ് അഭിലാഷ്, പ്രിയ മാതാവ് പോള്, പ്രിയ മാതാവ്, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഷാംപോൾ തട്ടാരുവടി, മറ്റെല്ലാ കർത്താവിൻ്റെ ദാസന്മാർ, ദൈവദാസിമാർ, ഈ ദേശത്തിലുള്ള എല്ലാ ദേശനിവാസികൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം യേശുവിനെ എവിടെ ഉയർത്തുവാൻ നമുക്ക് അവസരം കിട്ടിയാലും അത് നമ്മുടെ ജീവിതത്തിനകത്ത് അത് വലിയ ഭാഗ്യമാണ്. അത് ഞാനൊരു വലിയ പദവിയായിട്ടാണ് ഈ ശുശ്രൂഷയെ ഞാൻ കാണുന്നത്. കർത്താവ് നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വേദവാക്യം. ശബ്ദം ഉയർത്തി വായിക്കാം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ അടയ്ക്കാം. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരുടെയും ആദരങ്ങൾ തുറന്നുകൊണ്ട് കർത്താവിനെ അല്പസമയങ്ങൾ സ്തോത്രം പറഞ്ഞു. ഓ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ലതും വിലപ്പെട്ടതുമായ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം പറയുന്നു.
കർത്താവെ, ഈ മൂന്നാമത്തെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളോട് കർത്താവ് സംസാരിക്കണം, ഈ ദേശത്തോട് കർത്താവ് സംസാരിക്കണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കർത്താവ് ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്തളങ്ങളിൽ ചെയ്യേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടും. തുടർന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെ നിയന്ത്രിക്കും. പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വേദഭാഗമാണ് നമ്മൾ ഒരുമിച്ച് വായിക്കുവാനായിട്ടിടയായി തീർന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ 12-ാമത്തെ അധ്യായം. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുപരിചിതമായ വേദഭാഗമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ഏത് കൊച്ചു കുഞ്ഞിനെ വരെ കാണാതെ അറിയാവുന്ന ഒരു വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. മറ്റ് നിലവാരത്തിലുള്ളവരും ഇതിന്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത, എനിക്ക് സ്നാനപ്പെടാത്ത, അഭിഷേകം പ്രാപിക്കാത്ത ചില ആളുകൾ ഇതിനകത്തുള്ളത് അവിടെ ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. മറ്റ് ദേശനിവാസികളെല്ലാം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പരിശുദ്ധാത്മാവിന് പരിധികളില്ല, പരിമിതികളില്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങോട്ട് വരാൻ നേരവും ഞാൻ ഒത്തിരി മഴ പെയ്യുവാന്നൊക്കെയുള്ള പേടിയുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അല്ല മഴ ഇങ്ങനെ പെയ്യിപ്പിക്കുന്നത് കർത്താവാണ്. മഴ പെയ്താലും മഴ പെയ്തില്ലെങ്കിലും അല്ല ദൈവനാമം ഉയരണം. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ വേദഭാഗമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുവിന്റെ നാമത്തെ പോലെ വേറൊരു നാമമില്ല. ഒത്തിരി നാമങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ രാജ്യത്തിൽ ഒത്തിരി നാമങ്ങളുണ്ട്. പക്ഷേ വേദപുസ്തകം വായിക്കുമ്പോൾ, വേദപുസ്തകം പഠിക്കുമ്പോൾ എല്ലാ നാമത്തെക്കാളും മേലായ ഒരു നാമം യേശുവിന്റെ നാമമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഹല്ലേലൂയ സ്തോത്രം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന ഒരു നാമമാണ് യേശുവിന്റെ നാമം. എല്ലാ നാമത്തെക്കാളും മേലായ നാമമാണ്. ഹല്ലേലൂയ. ഉയർന്ന നാമമാണ്. ഹല്ലേലൂയ. ഭൂതങ്ങൾ വിറയ്ക്കുന്ന നാമമാണ്. ഭൂതങ്ങൾ പുറത്താകുന്ന നാമമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് കാണാൻ കഴിയാത്ത അന്തരീക്ഷ മണ്ഡലത്തിൽ ഹല്ലേലൂയ പിശാചിന് വെട്ടേക്കുന്ന ഒരു നാമമാണ് യേശുവിന്റെ നാമം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ നാമം ഹല്ലേലൂയ നമ്മളെ ഉയർത്തുന്ന നാമമാണ്, നമ്മളെ വിശുദ്ധീകരിക്കുന്ന നാമമാണ്, നമ്മളെ കഴുകുന്ന നാമമാണ്, ശാപം മാറ്റുന്ന നാമമാണ്, രോഗത്തിനകത്ത് വിടുതൽ തരുന്ന നാമമാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവ് മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാനായിട്ടിടയായി തീർന്നു. ആര് യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയാലും യേശു ഹല്ലേലൂയ ആ മുട്ടുമടക്കുന്നവനെ, മുഴങ്കാല് കുത്തുന്നവനെ ഹല്ലേലൂയ സ്തോത്രം കാണാതെ പോകത്തില്ല, അവനെ മൈൻഡ് ചെയ്യാതെ പോകത്തില്ല. അങ്ങനെ ഒരു നാമമാണ് നമ്മൾ ഉയർത്തുന്ന യേശുവിന്റെ നാമം. ചെറിയവരെയും വലിയവരെയും താണവരെയും ഉന്നതനെയും ഹല്ലേലൂയ ആര് യേശുവിന്റെ മുമ്പിൽ മുഴങ്കാല് മടക്കുന്നവോ അവന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ കരുത്തുള്ള, കഴിവുള്ള, ആംബിയറുള്ള ഒരു നാമമാണ് യേശുവിന്റെ നാമം. ഒരിക്കൽ യേശു കർത്താവ് മലമുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിന്റെ മുമ്പിൽ മുഴങ്കാല് മടക്കുവാനായിട്ടിടയായി തീർന്നു, മുട്ടുകുത്തുവാനായിട്ടിടയായി തീർന്നു. ഇങ്ങനെയാണ് അവൻ പറഞ്ഞത്, യേശു കർത്താവേ, നിനക്ക് എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെങ്കിൽ എന്നെ ശുദ്ധമാക്കുക, എന്നെ വിശുദ്ധനാക്കാൻ കഴിയുമെങ്കിൽ വിശുദ്ധനാക്കുക. കാരണം അന്നത്തെ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഈ കുഷ്ഠം പിടിച്ച കുഷ്ഠരോഗികൾക്ക് ഓപ്പണായിട്ട് ഇങ്ങനെയൊന്നും വന്നിരുന്ന് ആരോട് സംസാരിക്കുവാനോ ആരോട് ഇടപെടുവാനോ കഴിയാത്ത ഒരു കാലഘട്ടമാണ് അന്നത്തെ ഹല്ലേലൂയ നിയമം കൊണ്ടുവന്ന ആ കാലഘട്ടം.
കുഷ്ഠരോഗി വേറൊരു വ്യക്തിയെ തൊട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി അശുദ്ധനാവും, അല്ലെങ്കിൽ വേറൊരു വ്യക്തി കുഷ്ഠരോഗിയെ തൊട്ട് കഴിഞ്ഞാൽ തൊടുന്ന വ്യക്തി അശുദ്ധമാകുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ഓപ്പണായിട്ട് പൊതു മധ്യത്തിലൊന്നും ഈ കുഷ്ഠരോഗിക്ക് ഓപ്പണായിട്ട് യേശുവിന്റെ മുമ്പിൽ വരാൻ കഴിയത്തില്ല. പക്ഷേ ഈ കുഷ്ഠരോഗി എന്ത് ചെയ്തു? യേശു കർത്താവ് മലമുകളിൽ നിന്ന് പുരുഷാരമായിട്ട് ഇറങ്ങി വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ തുടങ്ങി. യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയതിൽ ചോദിച്ചു, നിനക്ക് എന്നെ ശുദ്ധമാക്കാൻ മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കുക. എത്ര കടും ചുമപ്പായ പാപമാണെങ്കിലും കറയാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു കർത്താവ്. ഈ മനുഷ്യൻ മുട്ടുകുത്തിയപ്പോൾ യേശു കർത്താവിനെ കണ്ടു. ഇവനെ കണ്ടിട്ട് യേശു കർത്താവ് അവനെ നോക്കിയിട്ട് അവനെ തൊടാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ആരും ഈ കുഷ്ഠരോഗിയെ തൊടത്തില്ല. തൊട്ട് കഴിഞ്ഞാൽ തൊടുന്ന വ്യക്തി അശുദ്ധനായി തീരും. പക്ഷേ ഈ കുഷ്ഠരോഗിയെ തൊട്ടത് ആ സമൂഹത്തിലെ ഉന്നതന്മാരോ ആ സമൂഹത്തിലെ ഏതെങ്കിലും ശ്രേഷ്ഠന്മാരോ അല്ല. ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം വഹിക്കുന്ന യേശു കർത്താവാണ് ഈ കുഷ്ഠരോഗിയെ തൊട്ടത്. കുഷ്ഠരോഗിയാണെങ്കിലും, എത്ര പാപിയാണെങ്കിലും, എത്ര മദ്യപാനിയാണെങ്കിലും, എത്ര രോഗത്തിനകത്ത് രോഗം ബാധിച്ച് പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ യേശു തൊട്ടാൽ തൊടുന്ന വ്യക്തി ശുദ്ധമായി തീരുവാനായിട്ടിടയായി തീരും. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊടുന്നവൻ എത്ര വലിയ അശുദ്ധനാണെങ്കിലും, സമൂഹത്തിന്റെ മുമ്പിൽ തള്ളപ്പെട്ടവനാണെങ്കിലും, വീട്ടുകാർക്ക് വേണ്ടാത്തവനാണെങ്കിലും, നാട്ടുകാർക്ക് വേണ്ടാത്തവനാണെങ്കിലും അവൻ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ ചരിത്രത്തെ എന്റെ യേശു മാറ്റും. അങ്ങനെയുള്ള ഒരു ക്വാളിറ്റിയുള്ള, അങ്ങനെയുള്ള കഴിവുള്ള, അങ്ങനെയുള്ള കരുത്തുള്ള ഒരു യേശുവാണ് നാം ഇവിടെ ഉയർത്തുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ എനിക്ക് എന്റെ വീട്ടിൽ എന്റെ മാതാപിതാക്കൾക്ക് എന്നെ വേണ്ടായിരുന്നു, എന്റെ ബന്ധുക്കൾക്ക് എന്നെ വേണ്ടായിരുന്നു. കാരണം കൂട്ടുകെട്ടിനകത്ത് മദ്യം കഴിക്കത്തില്ലെങ്കിലും മറ്റുള്ളവരെ മദ്യം കുടിപ്പിച്ചും, തല്ലുണ്ടാക്കത്തില്ലെങ്കിലും മറ്റുള്ളവരെയും കൊണ്ട് തല്ല് ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിച്ചും അങ്ങനെയൊക്കെ നടന്ന ഒരു കാലഘട്ടം എന്റെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ എനിക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടുകാരെ വേണ്ട, നാട്ടുകാരെ വേണ്ട, ഈ ദേശം വിട്ട്, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ശൂര്യനാടെന്ന് പറയുന്ന ആ ദേശം വിട്ട് നേരെ ബാംഗ്ലൂർ എന്ന പട്ടണത്തിലേക്ക് പോകുവാനായിട്ടിടയായി പോയി. ഇനി ഒരിക്കലും എന്റെ നാട്ടിലേക്ക് തിരിച്ചു വരത്തില്ല, ഇനി ഒരിക്കലും എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരത്തില്ല. വീട്ടുകാരോട്ടുള്ള എല്ലാ കണക്ഷനുകളും സ്തോത്രം നമ്പറുകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വേറെ നമ്പറൊക്കെ എടുത്ത് അവിടെ ഹൈദരാബാദിനകത്തും ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചും ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് ഒരു ദിവസം രാത്രി ഞാൻ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഒരു ടെറസിന്റെ മുകളിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല. 1-2 വർഷമായി വീട്ടിലോട്ട് ഒരു കോണ്ടാക്ട് ചെയ്തിട്ട് വീട്ടുകാരെ വിളിച്ചിട്ട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഉറക്കം വരാതിരുന്ന് പിറ്റേ ദിവസം ഞാൻ എന്റെ കോൺട്രാക്ടറോട് പറഞ്ഞു, എനിക്ക് എത്രയും വേഗത്തിൽ എന്റെ നാട്ടിൽ പോകണം, എനിക്ക് വണ്ടിക്കൂലി വേണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വണ്ടിക്കൂലി ഞാൻ നേരെ തിരിച്ച് ഞാൻ നാട്ടിലോട്ട് വരുവാനായിട്ടിടയായി തീർന്നു. തിരിച്ച് നാട്ടിലോട്ട് വന്നപ്പോൾ വീട്ടുകാരെല്ലാവരുടെയും, അല്ലെങ്കിൽ അമ്മയും അപ്പനും അല്ലെങ്കിൽ അമ്മയും സഭയെല്ലാം കൂടെ ചില ദിവസങ്ങൾ കൊണ്ട്, ചില നാളുകൾ കൊണ്ട് അവരെന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വീട് വേണ്ട, വീട്ടുകാരെ വേണ്ട, അമ്മയെ വേണ്ട, സഹോദരന്മാരെ വേണ്ട, ആരെയും വേണ്ടാതെ ഞാൻ എന്റെ ലോകത്തിലേക്ക് പോയതാണ്. പക്ഷേ യേശുവിന്റെ മുമ്പിൽ മാതാവ് മുട്ടുകുത്തിയപ്പോൾ, സഭ മുട്ടുകുത്തിയപ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയാതെ ടെറസിന്റെ മുകളിൽ നിന്ന് പിറ്റേ ദിവസം പ്രഭാതത്തിൽ കോൺട്രാക്ടറോട് പറഞ്ഞ് എനിക്ക് വണ്ടിക്കൂലി വേണം. എന്താ കാരണം? ഞാൻ അറിയുന്നില്ല കേരളത്തിന്റെ മണ്ണിൽ എന്റെ മാതാവ്, എന്റെ സഭ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ആരൊക്കെ യേശുവിന്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ തയ്യാറാണെങ്കിൽ അവിടെ വലിയ ദൈവ പ്രവൃത്തികൾ നമ്മുടെ യേശു ചെയ്യുവാനായിട്ടിടയായി തീരും. അതാ നമ്മൾ വായിച്ചത്, എല്ലാ നാമത്തെക്കാളും മേലായ ഒരു നാമമാണ് യേശുവിന്റെ നാമം.
അതുകൊണ്ട് ഈ നാമത്തെ ഉയർത്താൻ എനിക്ക് ലജ്ജയില്ല. ഈ നാമത്തെ കുറിച്ച് പറയാൻ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് എന്താ നാണക്കേടില്ല. കാരണം ഈ നാമത്തിനകത്തിലേക്ക്, യേശുവിന്റെ വിളിയിലേക്ക്, അല്ലെങ്കിൽ ഈ യേശുവിന്റെ സ്നേഹത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റു നാമങ്ങളെക്കാൾ ഏറ്റവും അത്യുത്തമമായ നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗാനമേളയ്ക്ക് പോയി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോയി തല്ലുകൊണ്ടാക്കി, ഹല്ലേലൂയ, മറ്റുള്ളവരെ മദ്യപിപ്പിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കയറി ഹല്ലേലൂയ ട്യൂബ് ലൈറ്റ് അടിച്ച് അല്ലെങ്കിൽ ബൾബ് എടുത്തു മാറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള കാലഘട്ടത്തിനകത്ത് നിന്ന് എന്റെ യേശു, അല്ല എന്റെ മാതാവിന്റെ പ്രാർത്ഥന കൊണ്ട് എന്നെ ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണെങ്കിൽ, ഈ ദേശ നിവാസികളെ നോക്കി, അല്ല ഈ ദേശത്തെ നോക്കി ഞാൻ പറയുന്നു, നിങ്ങളുടെ ദേശത്തിൽ അല്ലെങ്കിൽ മദ്യത്തിന്റെ സ്പിരിറ്റ് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ, ഒരുത്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മദ്യപാനത്തിന്റെ സ്പിരിറ്റിനെ മാറ്റിയിട്ട്, മയക്കുമരുന്നിന്റെ സ്പിരിറ്റിനെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ സ്പിരിറ്റിനെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാത്ത മകന്റെ സ്പിരിറ്റിനെ മാറ്റിയിട്ട് എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ എന്റെ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറക്കെ പറയുകയാണ്, മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവ് കടൽ തീരത്തിരിക്കുകയാണ്. യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് യേശുവിന്റെ മുമ്പിൽ അങ്ങോട്ട് വീഴാൻ തുടങ്ങി. യായിറോസ് അവിടുത്തെ ഒരു പ്രമാണിയാണ്. ആ മനുഷ്യൻ യേശുവിന്റെ മുമ്പിൽ വീഴാൻ തുടങ്ങി. യേശുവിനോട് പറഞ്ഞു, യേശു കർത്താവേ, നീ എന്റെ ഭവനത്തിൽ വരണം. നീ എന്റെ ആര് വിളിച്ചാലും യേശു വീട്ടിൽ ചെല്ലും. ഒരാമൻ പറഞ്ഞു. ആര് വിളിച്ചാലും, അതാണ് നമ്മുടെ യേശുവിന്റെ പ്രത്യേകത. ആര് വിളിച്ചാലും അല്ല ഗൗരവത്തോടെ, അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങി, അല്ലെങ്കിൽ മനസ്സോടെ നീ യേശുവിനെ വിളിക്കാൻ തുടങ്ങിയാൽ യേശു നമ്മുടെ വീട്ടിലെത്തും. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്തുന്നതിന് മുമ്പേ നമ്മുടെ യേശു വീട്ടിലെത്തും. കാരണം യായിറോസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിന്റെ മുമ്പിൽ വീഴാൻ തുടങ്ങി. അവിടെ യേശുവിന്റെ കാൽക്കൽ വീണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ കാൽക്കൽ വീണിട്ട് യേശു കർത്താവിനോട് പറഞ്ഞു, എന്റെ കുഞ്ഞുമകൾ, 12 വയസ്സുള്ള എന്റെ കുഞ്ഞുമകൾ അത്യാസന നിലയിലായിരിക്കുകയാണ്. നീ വന്നിട്ട് എന്ത് ചെയ്യണം? യേശു വന്നിട്ട് എന്റെ മകളുടെ മേലൊന്ന് കൈവെക്കണം. യേശു വന്നിട്ട് എന്റെ മകളുടെ മേലൊന്ന് കൈവെക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, യേശു യായിറോസിന്റെ വീട്ടിലോട്ട് പോകാതിരുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ആ സമയം തന്നെ, കാരണം ഇവൻ ആവശ്യബോധത്തോടാണ് യേശുവിനെ വിളിക്കുന്നത്. ഇന്ന് പലരും സമയം കളയാനും ഹല്ലേലൂയ സ്തോത്രം വെറുതെ ഹല്ലേലൂയ സ്തോത്രം എന്നൊരു ഹല്ലേലൂയ വന്ന് യേശുവിനെ വിളിക്കുന്നവരുള്ളൂ. പക്ഷെ ആവശ്യബോധത്തോടെ, ആഗ്രഹത്തോടെ, മനസ്സോടെ, ഹല്ലേലൂയ സ്തോത്രം, ഹൃദയം തുറന്ന്, യേശുവേ നീ എന്റെ വീട്ടിൽ വരണം, എന്റെ വീടിനകത്ത് ഇത്രയൊക്കെയുള്ള വിഷയങ്ങളാണ്, ഭാരങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതികൂലങ്ങളാണ് എന്ന് കർത്താവിനോട് തുറന്നു പറയാൻ ഞാനും നിങ്ങൾ ചിലര് തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പേ യേശു വീട്ടിലെത്താൻ സാധ്യതയുണ്ട്. ഈ മൂന്നാമത്തെ രാത്രി ആരെ നോക്കി? ദേശത്തെ നോക്കി പറയുന്നു, നീ വീട്ടിനകത്തിരുന്ന് യേശുവിനെ വിളിച്ചാൽ മതി. നീ ഇരിക്കുന്ന ചേറിനകത്തിരുന്ന് യേശുവിനെ വിളിച്ചാൽ മതി. നിങ്ങൾ ഇരിക്കുന്ന ആ ഭാഗത്തിരുന്ന് യേശുവിനെ വിളിച്ചാൽ മതി. യേശു നിന്റെ വീട്ടിൽ വരുവാനായിട്ട് ഇടയായി തീരും. കാരണം ഇതൊരു മതത്തിന്റെ യേശുവല്ല, ഇതൊരു മാർഗമാണ്. ഇതൊരു സംഘടനയുടെ യേശുവല്ല, ഇതൊരു പ്രസ്ഥാനത്തിന്റെ യേശുവല്ല, ഇത് ലോകത്തിന്റെ രക്ഷിതാവാണ്. എല്ലാ പാപികൾക്കും വേണ്ടി, എല്ലാ രോഗികൾക്കും വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി വന്ന ഒരു യേശുവാണ് ഹല്ലേലൂയ നമ്മുടെ യേശു കർത്താവ്. ഹല്ലേലൂയ. അത്രയ്ക്ക് വലിയ യേശു കർത്താവാണ്. ഹല്ലേലൂയ. യായിറോസ് വന്ന യേശുവിനെ വിളിച്ചു, യേശു കർത്താവ് നീ എന്റെ ഭവനത്തിൽ വരണം. അത് കേട്ടപ്പോൾ, എന്റെ മകൾ അത്യാസന നിലയിലായിരിക്കുകയാണ്, അവൾ ജീവിക്കുവാൻ നീ അവിടെ മേലൊന്ന് കൈവെക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുകയാണ്. പക്ഷെ ആവശ്യബോധത്തോടെ, ആഗ്രഹത്തോടെ ഒരാൾ യേശുവിന്റെ കാലിൽ വന്ന് കിടക്കുമ്പോൾ കാണാതിരിക്കുന്ന ഒരു യേശു അല്ല നമ്മുടെ യേശു.
മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു യേശു അല്ല നമ്മളെ യേശു. ഹല്ലേലൂയ. ആര് കാലിൽ വീഴുന്നുവോ, ആര് യേശുവിന്റെ മുമ്പിൽ മുഴങ്കാലും അടക്കുന്നുവോ, ഹല്ലേലൂയ, ജാതി മതം നോക്കാതെ യേശു അവന്റെ വിഷയത്തെ തൊടാൻ ഹല്ലേലൂയ ഇറങ്ങി തിരിക്കുന്ന ഒരു യേശുവാണ് ഹല്ലേലൂയ നമ്മൾ ഉയർത്തുന്ന ഹല്ലേലൂയ സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. യായിറോസിന്റെ കൂടെ ഹല്ലേലൂയ യേശു കർത്താവ് പോകുവാനായിട്ടിടയായി തീർന്നു. പോയപ്പോൾ വീട്ടിൽ നിന്ന് ഒത്തിരി ആളുകൾ വന്നു. വീട്ടിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഇനി യേശുവിനെ എന്ത് ചെയ്യണ്ട, ഹല്ലേലൂയ സ്തോത്രം, അസഹ്യപ്പെടുത്തണ്ട, ഇനി യേശുവിനെ എന്ത് ചെയ്യണ്ട, അല്ല പ്രയാസപ്പെടുത്തേണ്ട. കാരണം എന്താണ്? അല്ലെ മകൾ മരിച്ചുപോയി. കാരണം യേശു ഒരു കേസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹല്ലേലൂയ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യേശുവിന് ഒരു വിഷയമുള്ള കാര്യമല്ല. യേശുവിന്റെ കൂടെ നിൽക്കുവാൻ യായിറോസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഹല്ലേലൂയ മരണം കണ്ടിട്ടാണ് ചിലർ വീട്ടിൽ നിന്ന് വന്നത്. പക്ഷെ ജീവൻ കൊടുക്കുന്ന ഒരു സർവശക്തനായ യേശുവാണ് ഹല്ലേലൂയ അവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനായിട്ടിടയായി തീർന്നത്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഏതെങ്കിലും മേഖലയ്ക്കകത്ത് ജീവനറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മേഖലയ്ക്കകത്ത് ചലനമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി മടിക്കരുത്. യേശുവിനെയും കൊണ്ടേ വീട്ടിൽ പോകാവൂ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് യേശുവെ ഒന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ യേശു അവിടെ ഇറങ്ങി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു സർവ്വവ്യാപിയാണ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യേശു സർവശക്തനാണ്. യേശു സകലത്തിലും മതിയായവനാണ്. യേശു കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ, ബെത്ലഹേമിൽ യേശു ജനിച്ചു എന്നറിഞ്ഞപ്പോൾ, അല്ല വിദ്വാൻമാർ, അല്ല ശാസ്ത്രജ്ഞന്മാർ, ആട്ടിടയന്മാർ യേശുവിനെ കാണുവാൻ അല്ല മൂരും കുന്തിരിക്കവും ഒക്കെ ആയിട്ട് യേശുവിന്റെ മുമ്പിൽ പോകുവാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ജനിച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ അല്ല യേശു ജനിച്ചു എന്ന് ഹല്ലേലൂയ അവിടുത്തെ ആട്ടിടയന്മാർ മനസ്സിലാക്കിയപ്പോൾ, അല്ല ഇത്രയും വസ്തുക്കൾ കൊണ്ട് യേശുവിനെ അല്ല നമസ്കരിക്കാൻ പോയതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ ജനിച്ച കുഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളെ പോലുള്ള കുഞ്ഞല്ല. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, അവർ തലതെറിച്ച കുഞ്ഞുങ്ങളാണ്. അതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴേ പല മാതാപിതാക്കൾക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്താണ്? ഇന്നത്തെ കാലഘട്ടം ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ സ്വതം എന്താണ്, ഹല്ലേലൂയ അഴുക്ക് സ്വഭാവത്തിലേക്ക് പോകത്തില്ലെങ്കിലും ആ അഴുക്ക് സ്വഭാവത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ പല കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാന് അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവരെ മറ്റുള്ള കൂടെ കൂട്ടിനൊക്കെ ആളുകളെ വിട്ടാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പലരും പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ അങ്ങനെയുള്ള ഒരു തലമുറയാണ്. പക്ഷേ യേശു ജനിച്ചെന്നറിഞ്ഞപ്പോൾ ആട്ടിടയന്മാർ സന്തോഷിക്കാൻ തുടങ്ങി. യേശു ജനിച്ചെന്നറിഞ്ഞപ്പോൾ വിദ്വാൻമാർ സന്തോഷിക്കാൻ തുടങ്ങി. കാരണം അവർക്കൊരു കാര്യം മനസ്സിലായി, ജനിച്ച കുഞ്ഞ് ഹല്ലേലൂയ ഇന്നലെ വരെ ജനിച്ച ഒരു വ്യക്തിയല്ല, ആ വ്യക്തിയാണ് ലോകത്തിന്റെ രക്ഷിതാവ്. ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുപ്പുകാരൻ ജനിച്ചെന്നറിഞ്ഞപ്പോൾ ഹല്ലേലൂയ ലോകത്തിന്റെ രക്ഷകൻ ജനിച്ചെന്നറിഞ്ഞപ്പോൾ ഹല്ലേലൂയ മൂരും കുന്തിരിക്കവും ഒക്കെ ആയിട്ട് യേശുവിന് കാഴ്ചവെക്കാൻ പോയി. ഏതാണ്ട് ഒരു വയസ്സ് പോലും ആകാത്ത യേശുവിന് എന്തിനാ കാഴ്ചവെക്കുന്നത്? ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചിക ലോകം വിറയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ അദൃശ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പല ശക്തികളും ഇളകാൻ തുടങ്ങി. എന്താ കാരണമെന്നറിയാവോ? ഹല്ലേലൂയ ഒന്നാമത്തെ തലമുറ അല്ലെങ്കിൽ ഒന്നാമത്തെ യാഥാം ഏതൻ തോട്ടത്തെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവത്തിന്റെ ജീവൻ കൊടുത്ത ആദാം ഹല്ലേലൂയ പാപത്തിന്റെ അകത്തളങ്ങളിൽ വീണു. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പഴം പറിച്ച് തിന്നരുത്, ഈ പാപം ചെയ്യരുത്, ഈ പഴം പറിച്ച് തിന്നരുതെന്ന് ദൈവം അവരോട് കൽപ്പന കൊടുക്കുമ്പോൾ ആ ഒരു കൽപ്പന വരെ അന്നത്തെ തലമുറ അല്ലെങ്കിൽ ഒന്നാമത്തെ ആദാം തെറ്റിക്കുവാനായിട്ടിടയായി തീർന്നു. പക്ഷെ ഒടുക്കത്തെ ആദാം ഹല്ലേലൂയ ബെത്ലഹേമിൽ ജനിക്കുന്നത് ഒന്നും തെറ്റിക്കാനല്ല, പലതും നിവർത്തിക്കാനാണ്. ഹല്ലേലൂയ പാപത്തിനകത്ത് ജീവിക്കാനല്ല, പാപത്തിനകത്ത് കിടക്കുന്ന പലരെയും വിടുവിക്കാനാണ്. ഹല്ലേലൂയ പാപത്തിനകത്ത് കിടക്കുന്ന പലരെയും വിടുവിക്കാനാണ് എന്റെ യേശു ഹല്ലേലൂയ ബെത്ലഹേമിൽ ഹല്ലേലൂയ ജനിക്കുവാനായിട്ടിടയായി തീർന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആരെയൊക്കെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് പലരും രഹസ്യ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, അല്ല ഈ ദേശത്ത് ആരെങ്കിലും രഹസ്യ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ യേശുവിന്റെ
മുമ്പിൽ നീ മുട്ടുകുത്താൻ തയ്യാറാണെങ്കിൽ നിന്റെ എത്ര രഹസ്യ പാപങ്ങളെ കഴുകിയിട്ട് നിന്നെ ക്വാളിറ്റി ഉള്ളവനാക്കി മാറ്റാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ ആദാം അനുസരണക്കേട് കാണിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ അനുഗ്രഹത്തിനകത്ത് നിന്ന്, ദൈവത്തിന്റെ സന്തോഷത്തിനകത്ത് നിന്ന് അവർ വഴിതെറ്റി പോകുവാനായിട്ടിടയായി തോന്നുന്നു. പക്ഷെ ഒടുക്കത്തെ ആദാം ജനിക്കുകയാണ്. ഒടുക്കത്തെ ആദാം ജനിക്കുന്നത് ഹല്ലേലൂയ വഴിയമ്പലത്തിൽ അല്ലെങ്കിൽ പശുത്തൊട്ടിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാഗത്ത് ഹല്ലേലൂയ യേശു കുഞ്ഞ് ജനിക്കുമ്പോൾ ഹല്ലേലൂയ ഹേരോദാവിന്റെ ഹേരോദാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ ചെയറിന് അനക്കം സംഭവിക്കാൻ തുടങ്ങി. കാരണം ഹേരോദാവ് ഹല്ലേലൂയ പാപം ചെയ്യിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ പാപത്തിനകത്ത് ജീവിക്കാൻ ലൈസൻസ് കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ പാപത്തിന് ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നവനാണ്. അടിക്കും വിടിക്കും ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ള അതിക്രമങ്ങൾക്കൊക്കെ വേണ്ടി ഒത്തിരി ഉത്സാഹം കൊടുക്കുന്നവനാണ് ഹേരോദാവ്. ഹല്ലേലൂയ. പക്ഷേ ഹേരോദാവിന്റെ ചെയർ അനങ്ങാൻ കാരണം, ഹേരോദാവിന്റെ ഇരിപ്പിടത്തിനകത്ത് അനക്കം സംഭവിക്കാൻ കാരണം ഹേരോദാവിന് മനസ്സിലായി ഹേരോദാവ് രാജാവാണ്. പക്ഷേ ഹേരോദാവിന് മനസ്സിലായി രാജാവായി പിറന്നവൻ ഒരുത്തൻ ജനിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ രാജാതി രാജാവ് ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശത്രുക്കൾക്ക് ഒത്തിരി ഭയമാണ് യേശുവിന്റെ ജനനം. പക്ഷെ ആട്ടിടയന്മാരെ സംബന്ധിച്ച് വിദ്വാൻമാരെ സംബന്ധിച്ച് അവർക്ക് ഭയമല്ല, അവർക്ക് ആരാധനയാണ്. അല്ലെങ്കിൽ അവർക്ക് ഭയമല്ല, അവർക്ക് സ്തോത്രമാണ്. കാരണം ഇന്നലെ വരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു വീണ്ടെടുപ്പുകാരൻ, ഇന്നലെ വരെ ജനിച്ചിട്ടില്ലാത്ത ഒരു പാപമോചനം നൽകുന്ന ഒരു വ്യക്തി ജനിച്ചെന്നറിഞ്ഞപ്പോഴേ അവർക്ക് സന്തോഷിക്കാൻ തുടങ്ങി, അവർ ആനന്ദിക്കാൻ തുടങ്ങി. അവര് നേരെ യേശു ഇരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ യേശു കിടന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സഞ്ചരിക്കുവാനായിട്ടിടയായി തീർന്നു. അല്ലെങ്കിൽ ഒത്തിരി കാഴ്ച വസ്തുക്കളും ഒക്കെ ആയിട്ടാണ് സഞ്ചരിച്ചത്. അല്ലെങ്കിൽ സഞ്ചരിച്ച് യേശുവിന്റെ മുമ്പിൽ കൊണ്ടൊന്ന് കാഴ്ച വെക്കുവാനായിട്ടിടയായി തീർന്നു. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു കുഞ്ഞ് ഹല്ലേലൂയ ചെറിയ ഒരു വയസ്സ് പോലും ആകാത്ത വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ യേശുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ഇവൻ വളർന്നു കഴിഞ്ഞാൽ പലരും വിടുവിക്കപ്പെടും. അവൻ ഉയർന്നു കഴിഞ്ഞാൽ പലർക്കും സൗഖ്യമുണ്ടാകും. അവൻ ഹല്ലേലൂയ സ്തോത്രം വന്നു കഴിഞ്ഞാൽ പലർക്കും സന്തോഷം ഉണ്ടാകുവാനായിട്ടുള്ള. കാരണം യേശു വന്നത് സമാധാനം കെടുത്താനല്ല, സമാധാനം തരാനാണ്. ഹല്ലേലൂയ. മദ്യം കൊണ്ടുവരുന്നത് സമാധാനം കെടുത്താനാണ്. ഹല്ലേലൂയ. കഞ്ചാവും മയക്കുമരുന്ന് ഇതെല്ലാം കൊണ്ടുവരുന്നത് ഹല്ലേലൂയ സമാധാനം ഇല്ലാതാക്കാനാണ്. പക്ഷെ യേശു വന്നത് സമാധാനം തരാനാണ്. നിങ്ങളിൽ ഈ ദേശത്ത് ആരെങ്കിലും സമാധാനമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി യേശു പറയുന്നു, ഞാൻ വന്നത് സമൃദ്ധിയായിട്ട് ജീവൻ തരാനാണ്, സമാധാനം തരാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വന്നത് സമാധാനം തരാനാണ്, സന്തോഷം തരാനാണ്, ആനന്ദം തരാനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒത്തിരി അനുഗ്രഹങ്ങൾ തരാനാണ് എന്റെ യേശു വന്നത്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശാപത്തെ പൊട്ടിക്കാനാണ്, രോഗത്തെ വിടുവിക്കാനാണ്. പലരും പറയുന്നുണ്ട് ഈ രോഗം കൊണ്ട് ഈ മനുഷ്യൻ തീർന്നു, ക്യാൻസർ കൊണ്ട് തീർന്നു, ഹല്ലേലൂയ ട്യൂമർ കൊണ്ട് തീർന്നു, കുഷ്ഠരോഗം കൊണ്ട് തീർന്നു. തീരാൻ വരട്ടെ, ഒരു നാമമുണ്ട് ചിലതൊക്കെ തുടങ്ങാൻ പോകുന്ന ഒരു നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2, 3, 4, 6 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു അനുഭവമാണ്. തിരുവല്ല പട്ടണത്തിനകത്ത് ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ വായിക്കകത്ത് ക്യാൻസർ ആണ്, നാക്കിനകത്ത് ക്യാൻസർ ആണ്. അവര് കുടുംബമായിട്ട് ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങളുടെ ചർച്ചിൽ കാണാൻ വന്നപ്പോൾ അവരൊത്തിരി കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിച്ചു. ഞങ്ങൾ ഒത്തിരി ഇടങ്ങളിൽ പോയി, ഒത്തിരി നാമത്തിന്റെ അടുത്ത് പോയി, ഒത്തിരി ആളുകളെ ആശ്രയിച്ചു. ഒരിടത്തും രക്ഷയില്ല, ഒരിടത്തും സൗഖ്യമില്ല. അടുത്ത ദിവസം ഓപ്പറേഷൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ ഞങ്ങളുടെ മുമ്പിൽ കരയാൻ തുടങ്ങി. ആ മാതാവ് വളരെ വിഷമത്തോടെ കരഞ്ഞു. അവരുടെ മാതാവിന്റെ 3 തലമുറ ഞങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവര് നിലവിളിക്കുകയാണ്, എങ്ങനെയെങ്കിലും എന്റെ മാതാവിന് ഒരു സൗഖ്യം കിട്ടുവാണെങ്കിൽ, എന്റെ മാതാവിന് ഒരു വിടുതൽ കിട്ടുവാണെങ്കിൽ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ യേശുവിനെ പരിചയപ്പെടുത്തി. അത്ഭുതം ചെയ്യുന്ന യേശു, വിടുവിക്കുന്ന യേശു, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി രോഗങ്ങളെ വഹിച്ച യേശു എന്നൊക്കെ പറഞ്ഞവരെ പരിചയപ്പെടുത്തി. ചില നിമിഷം കഴിഞ്ഞവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില നിമിഷം കഴിഞ്ഞവർ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ പൈശാചിക മേഖല ഇളകി ഒരു ബക്കറ്റിനകത്ത് കുറെ ഛർദ്ദിക്കാൻ തുടങ്ങി.
ഹല്ലേലൂയ ചില അടുത്ത ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോകുകയാണ്. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോയി പിറ്റേ തിങ്കളാഴ്ച ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. തിങ്കളാഴ്ച വിളിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഓപ്പറേഷൻ മാറ്റിവെച്ചു. ഓപ്പറേഷൻ മാറ്റിവെച്ചു. ഇന്ന് രാത്രി ആരെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനും വേണ്ടി ഇരിക്കുന്നു എങ്കിൽ ഒരു കാര്യം പറയാം, കത്തി തൊടാതെ ഡോക്ടർമാർക്ക് കഴിയാത്തത്, മെഡിക്കൽ സയൻസിന് കഴിയാത്തത്, ഇവിടെയുള്ള മറ്റ് ഉന്നതന്മാർക്ക് കഴിയാത്തത് യേശുവിന് കഴിയും. പക്ഷെ ഒരു കാര്യം, ഒരു കണ്ടീഷൻ, മുട്ടുമടക്കണം. ഒരു കണ്ടീഷൻ, മുഴങ്കാല് മടക്കണം. മുഴങ്കാല് മടക്കുന്നവനെ മുഴങ്കാല് മടക്കുന്നവനെ ഹല്ലേലൂയ സ്തോത്രം. മുഴങ്കാല് മടക്കുന്നവനെ എന്റെ യേശു ഹല്ലേലൂയ കാണാതിരിക്കത്തില്ല, അവനെ അറിയാതിരിക്കത്തില്ല. അവനെ കണ്ടിട്ട് യേശു മനസ്സലിയുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞു ഹല്ലേലൂയ ചില ദിവസം കൂടെ കഴിഞ്ഞ് നിങ്ങൾ വരാൻ പറഞ്ഞു. ചില ദിവസം കൂടെ കഴിഞ്ഞ് അവർ ചെന്നപ്പോൾ ഹല്ലേലൂയ പിന്നെ അവർ ഞങ്ങളെ വിളിച്ചു പറയുകയാണ്, ക്യാൻസർ എന്ന് പറയുന്ന ഹല്ലേലൂയ രോഗം മാറിയെന്ന്. രാമൻ പറയാമോ? കുടുംബത്തിനകത്ത് 3 തലമുറ, 2 പെൺതലമുറ, 1 ആൺ തലമുറ ഒരു മാതാവിന് വേണ്ടി മുട്ടുമടക്കാൻ തയ്യാറായപ്പോൾ ക്യാൻസർ കൊണ്ടുപോകുമെന്ന് ആ മാതാവിനെ നോക്കി ലോകം വിധി എഴുതി. പക്ഷേ ഇന്നും അവര് തിരുവല്ല പട്ടണത്തിനകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾക്ക് മരുന്നിന് കഴിയാത്തത്, മന്ത്രത്തിന് കഴിയാത്തത് യേശുവിന് കഴിയുമെന്ന് പറയാനാണ് ഇന്ന് രാത്രിയിൽ ഈ 3-ാമത്തെ ദിവസവും ഇവിടെ ഇങ്ങനെ ഒരു യോഗം വെച്ചതിന്റെ കാരണം ഞങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടല്ല, അഭിഷക്തന് പണം ഉണ്ടായിട്ടല്ല. ഇവിടെ ഒരു രക്ഷകനുണ്ട്, ഇവിടെ ഒരു യേശുവുണ്ട്. ആ യേശുവിലൂടെ ചില വിടുതൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും അവര് സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ചെറിയ ചർച്ചിനകത്ത് മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് 6-7 വർഷങ്ങൾക്ക് മുമ്പ് ലോകം ക്യാൻസർ കൊണ്ടുപോകുമെന്ന് ലോകം വിധി എഴുതിയതാണ്, ഡോക്ടർമാർ വിധി എഴുതിയതാണ്, നേഴ്സുമാർ വിധി എഴുതിയതാണ്. പക്ഷേ ആ വിധികളെ എല്ലാം തിരുത്തിക്കൊണ്ട് യേശു എത്തുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് ആ കുടുംബത്തിനകത്ത് ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി ആനന്ദമാണ്. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തിൽ, ആ കാലഘട്ടം അല്ലെങ്കിൽ ആ വർഷത്തിൽ തലമുറയുടെ വിവാഹം ആ മാതാവ് കണ്ടിട്ടില്ല. 3 തലമുറയാണ്, 2 പെൺതലമുറ, 1 ആൺ തലമുറ. പക്ഷെ വിവാഹം കണ്ടിട്ടില്ല. ഇതൊക്കെ ഈ മാതാവ് ഞങ്ങളോട് സംസാരിക്കുവാനായിട്ടിടയായി തീരും. കാരണം എന്താണ്? തലമുറയുടെ ഒരു നന്മ കണ്ടിട്ടില്ല, തലമുറയുടെ അനുഗ്രഹം ഞങ്ങൾ പ്രാപിച്ചിട്ടില്ല. പാസ്റ്റർ എങ്ങനെയെങ്കിലും ഒരു സൗഖ്യം വേണമെന്ന് പറഞ്ഞ് അവര് ഞങ്ങളുടെ മുമ്പിൽ മുഴങ്കാല് മടക്കിയപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ആയിരിക്കുന്ന സഹോദരി സെറ്റിക്കകത്ത് നിന്ന് തറയിറങ്ങിയിരുന്ന് മുഴങ്കാല് മടക്കാൻ തുടങ്ങി. കാരണം വിടുതൽ വേണമെങ്കിൽ നിന്റെ ഹൃദയം യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തണം. മനസ്സ് കർത്താവിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഹൃദയം കർത്താവിന് കൊടുക്കാൻ. നിന്റെ പൈസ കർത്താവിന് വേണ്ട, നിന്റെ മറ്റൊന്നും കർത്താവിന് വേണ്ട. പക്ഷെ ഒരു കാര്യം, ഹൃദയം വേണം. കാരണം യേശു അത്ഭുതം ചെയ്യാൻ ഇന്നും റെഡിയാണ്. യേശു രോഗികളെ സൗഖ്യമാക്കാൻ ഇന്നും റെഡിയാണ്. യേശു ഇന്നും പ്രവർത്തിക്കാൻ റെഡിയാണ്. അവന് നല്ല മനസ്സാണ്. അവൻ നമ്മളെ തൊട്ടാൽ, അവൻ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ചിലരെ തൊട്ടാൽ, അവൻ ചില യൗവനക്കാരെ തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധനാകുകയല്ല, തൊടുന്നവൻ വിശുദ്ധനായി തീരും. ഒരിക്കൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ, 12 വർഷമായി രക്തസ്രാവമുള്ളവളായ സ്ത്രീ, അവക്കിനി വിൽക്കാനുള്ളത് അവളെ കിടപ്പാടം കൂടെ ഉള്ളു. ഇവിടെ ഇരിക്കുന്ന പലർക്കും കിടപ്പാടം ഇല്ലാത്തവരുണ്ട്. പക്ഷെ ഞാനൊരു ദൂത് പറയാം നിങ്ങളോട്. മുട്ടുമടക്കാൻ തയ്യാറാണ്. കിടപ്പാടം നിനക്ക് ഈ വർഷത്തിൽ കിടപ്പാടം കൂടെ വിറ്റ് ചികിത്സിക്കാനുള്ള അവൾ യേശുവിനെ കുറിച്ച് ഒരു കേൾവി കേട്ടു. യേശു എന്റെ പട്ടണത്തിൽ കൂടെ പോകുന്നുണ്ട്, യേശു എന്റെ നാട്ടിലൂടെ പോകുന്നുണ്ട്. കാരണം ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ കുഷ്ഠരോഗം പിടിച്ചതുപോലെ അവക്കും സമൂഹത്തിന് മുമ്പിൽ ഓപ്പണായിട്ട് നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ അകത്തൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എന്റെ ഭാഷയിൽ പറഞ്ഞ പൊള്ള തീരുമാനമല്ല, കളിപ്പിക്കുന്ന തീരുമാനമല്ല, ചുമ്മാ പറച്ചിലിന്റെ തീരുമാനമല്ല. അവിടെ അകത്തെടുത്ത തീരുമാനമായി. ചിലരുടെയൊക്കെ തീരുമാനമുണ്ട്, അത് വെറും പൊള്ളയാണ്, അത് വെറും പറച്ചില് മാത്രമേ ഉള്ളൂ.
ഹല്ലേലൂയ. ആ സമയം കഴിയുമ്പോൾ അവരുടെ തീരുമാനം വെള്ളത്തിൽ വരച്ച വര പോലെയാകും. പക്ഷെ ഈ സഹോദരിയുടെ തീരുമാനം പൊള്ള തീരുമാനമല്ല, സാധാ ചെറിയൊരു തീരുമാനമല്ല. അവളെ സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പലരും കല്ലെറിഞ്ഞു കൊല്ലും, പലരും അവളെ വിലക്കും. പക്ഷെ അവളെടുത്ത തീരുമാനം സമൂഹത്തോടല്ല, അവളെടുത്ത തീരുമാനം അവൾ പ്രമാണിക്കുന്ന പ്രമാണത്തോടല്ല, അവളെടുത്ത തീരുമാനം യേശുവിനോടാണ്. ആ യേശുവിനോടുള്ള തീരുമാനത്തിന്റെ പുറത്ത് ഹല്ലേലൂയ ഇവളെന്ത് ചെയ്തു? സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. ആരെങ്കിലും കാണുമോ എന്നുള്ള ഭയം ഇവിടെ അകത്തുണ്ട്. കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എങ്ങോട്ട് പോവാടി, നിന്നെ ഞങ്ങൾ ഹല്ലേലൂയ റൂമിനകത്താണല്ലോ അടച്ചിട്ടിരിക്കുന്നത്, നീ അങ്ങനൊന്നും പുറത്തിറങ്ങണ്ട. കാരണം എന്താണ്? സമൂഹത്തിന് പോലും ഇവള് വിടിവിക്കപ്പെടുന്നത് ഇഷ്ടമല്ല. ഇന്നും പല സമൂഹത്തിനും ഹല്ലേലൂയ വിടിവിക്കപ്പെടുന്നത് ഇഷ്ടമല്ല. എന്റെ കൂട്ടുകാരന്മാർ ഇപ്പോഴും എന്നെ ഗാനമേളയ്ക്ക് വിളിക്കും. കാരണം ആ പണ്ടൊക്കെ ഞങ്ങൾ ഈ മലനട ഇവന്റെ അടുത്ത് അപ്പുറത്താണ്, ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്ത്, 7-8 കിലോമീറ്റർ അപ്പുറത്താണ് മലനട എന്ന് പറയുന്ന സ്ഥലം. ഈ മലനട ഞങ്ങൾ ഗാനമേളയ്ക്ക് പോകും. ഗാനമേള കേൾക്കാനൊന്നും അല്ല പോകുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കും. ആ സമയം സൈഡിലൊക്കെ അപ്പം വടിയൊക്കെ ആയിട്ട് ആൾ നിൽക്കും, അതിന്റെ ലീഡേഴ്സ്മാർ നിൽക്കും. ഇവിടെ നമ്മൾ വടിയൊക്കെ ആയിട്ടൊന്നും ലീഡേഴ്സ്മാർ നിൽക്കത്തില്ല. രാമൻ എല്ലാം സമാധാനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോന്നിയിൽ ഈ സമാധാനം എന്ന് പറയുന്ന IPC ചർച്ച, IPC ക്ഷമിക്കണേ, മൈക്ക് കൊടുത്ത് പറയാൻ പറ്റത്തില്ല. ഗാനമേളയ്ക്ക് അടി ഉണ്ടാക്കുന്നതിനേക്കാൾ വല്ലാത്തൊരു നിലവാരത്തില ചർച്ചിനകത്ത് അടി ഉണ്ടാക്കി. ബൈബിൾ പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. ഈ രാത്രി ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, പ്രവചിക്കുകയാണ്, തിരിച്ചു പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? യേശുവിന്റെ പ്രവൃത്തികളെ തിരിച്ചു പിടിക്കാൻ ഒരാളെങ്കിലും ഉണ്ടോ? ഒരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറയാനിടയായി തീർന്നു. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു പ്രവാചകൻ പറഞ്ഞു, ആഫ്രിക്ക ഞാൻ തൊടാൻ പോവുകയാണ്. ആഫ്രിക്ക വർഷങ്ങൾക്ക് മുമ്പ് നരഭോജികളുടെ മണ്ണായിരുന്നു. ആഫ്രിക്ക ഒരു കാലഘട്ടത്തിൽ നരഭോജികളുടെ മണ്ണായിരുന്നു, മനുഷ്യനെ തിന്നുന്ന നാടായിരുന്നു. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ പറഞ്ഞു, ആഫ്രിക്കയെ ഞാൻ സന്ദർശിക്കാൻ പോകുന്നു, ആഫ്രിക്കയെ ഞാൻ തൊടാൻ പോകുന്നു. കർത്താവ് തൊട്ടാൽ എത്ര നരഭോജികൾ എന്ന് പറയുന്ന മണ്ണിന്റെയും ഹല്ലേലൂയ സ്തോത്ര സ്ഥിതിഗതികളെ സ്വർഗം മാറ്റും. ചിലര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വീട് വിട്ട് പോകണം. കാരണം ഈ മണ്ണിന് ഭയങ്കര എന്താണ്? പോരാട്ടമാണ്. ഈ മണ്ണിന് ഭയങ്കര ശാപമാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, ഹല്ലേലൂയ, നീ എവിടെയാണോ തകർക്കപ്പെട്ടത്, എവിടെയാണോ ഉടയ്ക്കപ്പെട്ടത്, എവിടെയാണോ തല ഉനിക്കപ്പെട്ടത്, അവിടെ നിന്നെ ഉയർത്താൻ എന്റെ യേശു ശക്തനാണ്. ഒരു പ്രവാചകൻ പറയുവാനിടയായി തീർന്നു, ആഫ്രിക്ക ഞാൻ തൊടാൻ പോവുകയാണ്, ആഫ്രിക്ക ഞാൻ സന്ദർശിക്കാൻ പോവുകയാണ്. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന അഭിഷക്തനെ എഴുന്നേൽപ്പിച്ചത് ആഫ്രിക്ക തൊടാനാണ്. ഒറ്റ മനുഷ്യനെ കൊണ്ട് നരഭോജികളെന്ന് ലോകം വിധി എഴുതിയ ആഫ്രിക്ക എന്ന് പറയുന്ന നരഭോജികൾ തിങ്ങിപ്പാർക്കുന്ന ആ പട്ടണത്തിനകത്ത് 85% ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നു. രാമൻ പറയാവോ? യേശു കർത്താവിന് മുഖപക്ഷമില്ല. സഹോദരിയാണെങ്കിലും സഹോദരനാണെങ്കിലും കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും യേശുവിന്റെ മുമ്പിൽ മുഴങ്കാലും മടക്കാൻ നീ ഡെഡിക്കേറ്റ് ആണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ഭവനത്തെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ തിരിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. അതാ പറഞ്ഞ ആ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് പറയുകയാണ്, യോഹന്നാൻ പറയുകയാണ്, യേശു ചെയ്തതിൽ ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഓരോന്നായി വിവരിച്ചാൽ ലോകത്തിലെ പുസ്തകങ്ങൾക്ക് ഒതുക്കാൻ കഴിയത്തില്ലെന്ന് യേശു നമ്മളോട് പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗാനമേളക്ക് ഞങ്ങൾ പോകുന്നത്, ഞാൻ നേരത്തെ ഗാനമേളക്ക് ഞങ്ങൾ പോകുന്നത് ഗാനമേള കേൾക്കാനൊന്നും അല്ല, അവിടെ ഷോ കാണിക്കാനാണ്, ആള് കളിക്കാനാണ്. കാരണം കൂടെ കുറെ ആളുകളുണ്ട്. ഹല്ലേലൂയ, ഒരു ഗ്ലാസ് മദ്യം കൊടുത്താൽ മതി, ഹല്ലേലൂയ, അവന്റെ കുത്തിന് കയറി പിടിക്കും. ഹല്ലേലൂയ, 1000 രൂപ 500 രൂപ അവന്റെ പോക്കറ്റ് തിരുമ്പി വെച്ചാൽ മതി. ഹല്ലേലൂയ, ആ വീട്ടിൽ പോയി അടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവൻ അടിക്കും. ഇന്നും ആ കൂട്ടുകാരൻ എന്റെ പട്ടണത്തിലുണ്ട്.
ആ കൂട്ടുകെട്ടിനകത്ത് നിന്നാണ് എന്നെ സ്വർഗം വിളിച്ചത്. അന്നും ഗാനമേളക്കകത്ത്, ആ ഗാനമേള നടക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ വെറുതെ എഴുന്നേറ്റ് തുള്ളുമ്പോൾ ആളുകളൊക്കെ ഞങ്ങളെ പിടിച്ചിരുത്തുവാനായിട്ടിടയാ. അപ്പൊ എല്ലാവരുടെയും കണ്ണുകൾ ഞങ്ങളിൽ ഉടക്കും. അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ട്, വഴക്ക് കിട്ടിയിട്ടുണ്ട്, ചവിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഈ ആവേശത്തോടെ ഇവിടെ നിൽക്കാനുള്ള കാരണം ഹല്ലേലൂയ ഈ നാമത്തെ ഉയർത്തിയ ചവിട്ടല്ല കിട്ടുന്നത്, ഹല്ലേലൂയ അടിയല്ല കിട്ടുന്നത്. അല്ല, സ്വർഗരാജ്യത്തിൽ നിന്റെ പേരും കൂടെ ദൈവം എഴുതി ചേർക്കാൻ എന്റെ ദൈവം ശക്തനാണ്. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, എല്ലാ നാമത്തെ ും മേലായ ഒരു നാമമാണ് എന്റെ യേശുവിന്റെ നാമം. നമ്മുടെ യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിന്റെ മുമ്പിൽ കിടക്കുക. രക്തസ്രാവക്കാരിയ സ്ത്രീ യേശുവിനുള്ള തീരുമാനത്തിനകത്ത് യേശുവിന്റെ വസ്ത്രത്തിൽ തൊടാൻ തുടങ്ങി. യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോ ഇവൾ അടയ്ക്കപ്പെട്ടവളാണ്, മറ്റുള്ളവർ മുമ്പിൽ തഴയപ്പെട്ടവളാണ്. ഇവൾ ആരും അറിയാതെ രഹസ്യത്തിനകത്ത് യേശുവിന്റെ വസ്ത്രത്തിൽ തൊടാൻ തുടങ്ങി. യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശുവിന്റെ വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഒന്നും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ഒരാളെ തൊടുന്നവൻ ചേഞ്ച് ആവും. 2, യേശുവിനെ ഒരാൾ മനസ്സോടെ തൊട്ടാൽ ഹല്ലേലൂയ ആ തൊടുന്നവൻ ചേഞ്ച് ആവും. കാരണം എങ്ങനെ അങ്ങോട്ട് തൊട്ടാലും ഇങ്ങോട്ട് തൊട്ടാലും ഒരു കൈമാറ്റം നടക്കും. അതാണ് എന്റെ യേശുവിന്റെ ക്വാളിറ്റി. കാരണം അതാണ്, രക്തസ്രാവക്കാരിയായ സ്ത്രീ വേറെ മറ്റൊരാളെ, ഒരു സാധാരണക്കാരനെ തൊട്ട് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ആ സാധാരണക്കാരൻ അശുദ്ധനാവും. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ. പക്ഷേ യേശുവിനെ തൊട്ടാൽ തൊടുന്നവൻ അല്ലെങ്കിൽ തൊടുന്ന വ്യക്തി അല്ലെങ്കിൽ യേശു അശുദ്ധനാവുകയല്ല, യേശുവിലുള്ള വിശുദ്ധി ഇവനിലേക്ക് പകരും. എത്ര വലിയ പാപത്തിനകത്ത് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര രോഗത്തിനകത്ത് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, യേശുവിനെ തൊടാൻ തയ്യാറായാൽ, യേശുവിനെ കൊണ്ടൊന്ന് തൊടിയിപ്പിക്കാൻ നീ തയ്യാറായാൽ, അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. രക്തസ്രാവക്കാരിയായ സ്ത്രീ മനസ്സോടെ, ആഗ്രഹത്തോടെ, തീരുമാനത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ, സമൂഹത്തെ വകവെക്കാതെ, ഹല്ലേലൂയ അവൾ നിൽക്കുന്ന നിയമത്തെ വകവെക്കാതെ, ഇനി അവളുടെ വസ്തുവും കൂടെ ഉള്ള വിറ്റ് ഹല്ലേലൂയ ഈ രോഗത്തിന് ചെലവഴിക്കാൻ. പക്ഷെ അവൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, ഒരു മാർഗത്തിലേക്ക് അവൾ പുറപ്പെടാൻ തുടങ്ങി. ഒരു യേശുവിലേക്ക് അവൾ പുറപ്പെടാൻ തുടങ്ങി. കാരണം അവിടെ ദേശത്തിലൂടെ നടന്നു പോകുന്ന, അവിടെ ഹല്ലേലൂയ ഭവനത്തിന്റെ അതിരിലൂടെ അടുത്തൂടെ നടന്നു പോകുന്ന യേശുവിനെ അവൾ തൊട്ടപ്പോൾ ഒരു കാര്യം അവിടെ വെളിപ്പെട്ടു. 12 വർഷമായിട്ട് രോഗം പിടിച്ച് പല വൈദ്യന്മാരിൽ വേറിയൊന്ന് സഹിച്ചിട്ട് ഇനി ഒരു ശകലം പോലും മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ലോകം വിധി എഴുതിയ, അവിടെ ശരീരം തന്നെ വിധി എഴുതിയ അവൾ എന്ത് ചെയ്തു? യേശുവിന്റെ വർത്തമാനം കേട്ട് യേശുവിനെ തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ യേശുവിനെ ഉയർത്തുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഹല്ലേലൂയ, ആത്മമണ്ഡലത്തിനകത്ത് ചില സ്പർശനങ്ങൾ നടക്കുകയാണ്. അന്തരീക്ഷ മണ്ഡലത്തിലൂടെ ചില ദൈവ പ്രവർത്തികൾ നടക്കുകയാണ്. അതാണ് ബൈബിൾ പറയുന്നത്, എല്ലാ നാമത്തെക്കാളും മേലായ ഒരു നാമമാണ് യേശുവിന്റെ നാമം. എല്ലാ നാമത്തെക്കാളും മേലായ ഒരു നാമമാണ് യേശുവിന്റെ നാമം. ഉയർന്ന നാമമാണ്, ഉന്നതമായ നാമമാണ്. ഹല്ലേലൂയ, പിശാച് വെട്ടേക്കുന്ന നാമമാണ്, രോഗികൾ സൗഖ്യമാകുന്ന നാമമാണ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവ് നൈൻ എന്ന പട്ടണത്തിലേക്ക് നടക്കുകയാണ്. യേശു കർത്താവ് നൈൻ എന്ന പട്ടണത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ ജനസമൂഹം യേശുവിന്റെ എതിരെ വരികയാണ്. യേശുവിന്റെ എതിരെ വരുമ്പോ ആ കൂട്ടത്തിനകത്ത് ഒരു സഹോദരി കരയുന്നു.
ആ സഹോദരിയെ യേശു ശ്രദ്ധിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ആർക്കുമില്ലാത്ത ഒരു കണ്ണുനീര് ആ സഹോദരിയുടെ കണ്ണിനകത്തൂടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണിനകത്തൂടെ താരതാരെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, എന്താ സഹോദരി നീ ഇങ്ങനെ കരയുന്നത്? അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ അല്ലെങ്കിൽ കരയാതെ നിൽക്കുന്നല്ലോ, എല്ലാവരും ഇങ്ങനെ ആവേശത്തോടെ അല്ലെങ്കിൽ ആ മഞ്ചത്തിന്റെ പുറകെ പോകുന്നല്ലോ, എന്താണ് നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറയാണ്, എനിക്ക് കരയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാവോ, ഈ മഞ്ചത്തിനകത്ത് കൊണ്ടുപോകുന്നത് നാട്ടുകാരുടെ കൊച്ചനല്ല, എന്റെ കൊച്ചനാണ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മകനാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുന്നത്? കാരണം അവനെ വളർത്തി കൊതി തീർന്നിട്ടില്ല, അവനെ കണ്ട് കൊതി തീർന്നിട്ടില്ല, അവന്റെ ഭാവി കണ്ട് അവന്റെ ഭാവി കണ്ട് സന്തോഷം തീർന്നിട്ടില്ല, അവന്റെ പഠനം കണ്ട് വിദ്യാഭ്യാസം കണ്ട് അവന്റെ ഉന്നത നിലവാരം കണ്ട് കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പേ മരണം അവനെ കൊണ്ടുപോകുവാനായിട്ടിടയായി തീർന്നു. ഇനി ഒരിക്കലും ആ മകൻ തിരിച്ചു വരത്തില്ല, ഇനി ഒരിക്കലും ആ മകനെ എനിക്ക് കാണാൻ കഴിയത്തില്ല, ഇനി ഒരിക്കലും ആ മകൻ സന്തോഷം എനിക്ക് കാണാൻ കഴിയത്തില്ല, ഇനി ഒരിക്കലും എന്നെ അമ്മയെന്ന് അവൻ വിളിക്കത്തില്ല. പക്ഷേ ഈ സഹോദരി നിന്ന് കരയുന്നത് അവിടെ ഹൃദയത്തിൽ കൊണ്ട് കരയുകയാണ്. ആരെ അഭയം പ്രാപിക്കണം, ആരോട് പറയണം, ആരോട് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം കിട്ടും എന്നൊക്കെ ചിലപ്പോൾ അവളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കാണും. പക്ഷേ പഞ്ചത്തിനകത്ത് ഈ ചെറുക്കനെ ഈ മകനെ കൊണ്ടുപോകുമ്പോൾ യേശു ഇവിടെ കണ്ണുനീര് കണ്ടിട്ട് യേശു എന്ത് ചെയ്തു? ഒത്തിരി പുരുഷാരമുണ്ട്, മഞ്ചം ചുമക്കുന്നവരുണ്ട്. ഈ സഹോദരന്റെ അടുത്തോട്ട് പോയിട്ട് യേശു പറഞ്ഞു, കരയണ്ട എന്ന് പറയുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ദേശനിവാസികളെ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി കണ്ണുനീരൊപ്പുന്ന ഒരു യേശുവാണ് നമ്മുടെ യേശു. നമ്മുടെ വേദനകൾ കണ്ടിട്ട് മറികടന്ന് പോകുന്ന യേശുവല്ല, നമ്മുടെ വേദനകൾ കണ്ടിട്ട് നിനക്കിത് വരണമെന്ന് പറയുന്ന ഒരു യേശുവല്ല. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവളോട് പറഞ്ഞു, യേശു അവളോട് കരയണ്ട. യേശു ഒരു കാര്യം പറഞ്ഞതാണ്. യേശു വെറും വാക്ക് പറയത്തില്ല, യേശു ചുമ്മാതെ പൊട്ടച്ചെല്ല് പറയത്തില്ല, യേശു ചുമ്മാതെ ആവശ്യമില്ലാത്ത കാര്യം പറയത്തില്ല. നിന്നെ നോക്കി ഒരു യേശു ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം യേശു ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒരിക്കലും ഈ മകൻ തിരിച്ചു വരത്തില്ല. മഞ്ചത്തിനകത്ത് കൊണ്ടുപോവുകയാണ്. സാധാരണ മഞ്ചത്തിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ യേശു മഞ്ചത്തിനകത്ത് തൊട്ടാ മതി, നിന്റെ ചെറുക്കനെ എഴുന്നേൽക്കും. മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സെമിത്തേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരത്തില്ലെന്ന് സമൂഹം അവനെ നോക്കി അല്ലെങ്കിൽ ആ മാതാവിനെ നോക്കി, ഇനി നിന്റെ മകൻ തിരിച്ചു വരത്തില്ലെന്ന് ആരൊക്കെ നോക്കി പറഞ്ഞാലും കണ്ണുനീരിന്റെ മുമ്പിൽ യേശു നിൽക്കുവാനായിട്ടിടയായിത്തീരും. കണ്ണുനീരിന്റെ മുമ്പിൽ യേശു അവിടെ നിൽക്കുവാനായിട്ടിടയായിത്തീരും. അതാണ് ലാസർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ബെഥാനിയിൽ ലാസർ എന്ന് പറയുന്ന ഒരു സഹോദരൻ. ഈ സഹോദരൻ മരിച്ചു, 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങി. ഇനി എന്തില്ല, ഇനി പുറലോകം കാണത്തില്ല, ഇനി ലാസർ തിരിച്ചു വരത്തില്ല. പക്ഷെ യേശു 4-ാമത്തെ ദിവസം അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. 4-ാമത്തെ ദിവസം യേശു അവരുടെ വീട്ടിലോട്ട് പോയിട്ട് ഹല്ലേലൂയ, സ്തോത്രം. യേശു ആ മറിയോട്ട് പറഞ്ഞു, മറിയോട്ട് പറഞ്ഞു, ആ യഹൂദന്മാരോട്ട് പറഞ്ഞു, മറിയെ അങ്ങ് വിളിക്കുക, മറിയെ അങ്ങ് വിളിക്കുക. മറിയെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഈ മറിയ ഭവനത്തിനകത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റ് യേശുവിന്റെ മുമ്പിലോട്ട് വന്നു. യേശു ഒരിടത്ത് ആയിരിക്കാം അല്ലെങ്കിൽ നിൽക്കുകയായിരിക്കാം. യേശുവിന്റെ അടുത്ത് ഒന്നും സംസാരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. കാരണം നഷ്ടങ്ങൾ അവരുടെ ഭവനത്തിനകത്ത് തലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. നാറ്റങ്ങൾ അവരുടെ ഭവനത്തിനകത്ത് തലതല്ലിക്കൊണ്ടിരിക്കുക. തലകുനിയുന്ന ഒത്തിരി വിഷയങ്ങൾ അവിടെ ഭവനത്തിനകത്ത് തലതല്ലിക്കൊണ്ടിരിക്കുക. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ ഇത് സംഭവിച്ചു, എന്തിനിത് സംഭവിച്ചു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ ഈ മറി എന്ത് ചെയ്തു? യേശുവിന്റെ കാൽക്കലോട്ട് അങ്ങ് വീഴാൻ തുടങ്ങി. ഇന്നലകളിൽ അവൾ യേശുവിന്റെ കാൽക്കൽ വീണിട്ടുള്ളത് യേശുവിനെ അവളുടെ തലമുടി കൊണ്ട് യേശുവിന്റെ കാൽപാദം തുടച്ചവളാണ്. പക്ഷെ ഇന്നവൾ യേശുവിന്റെ കാൽപാദം തുടയ്ക്കുവല്ല, അവളുടെ കണ്ണുനീർ യേശുവിന്റെ കാലിലേക്ക് വീഴുകയാണ്.
ഈ കണ്ണുനീര് കാണാൻ ആർക്കും കഴിയത്തില്ല. കുനിഞ്ഞിരുന്ന് കരയുന്നവിടെ കണ്ണുനീര് കാണാൻ ആർക്കും കഴിയത്തില്ല. പക്ഷെ കാൽപാദം നനയുന്ന കാര്യം യേശുവിന് മനസ്സിലായി. യേശു അവളോട് ചോദിച്ചു, നിന്റെ വിഷയം എന്താണ്? ഇന്ന് രാത്രി യേശുവിന്റെ മുമ്പിൽ നീ വീഴാൻ തയ്യാറായാൽ, യേശുവിന്റെ മുമ്പിൽ നീ ഇരിക്കാൻ തയ്യാറായാൽ, യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ, ഒരു കാര്യം ഉറപ്പാണ്, എത്ര നാറ്റം വെച്ച വിഷയമാണെങ്കിലും ഇനി ഒരിക്കലും പുറത്തു വരുത്തില്ലെന്ന സമൂഹം പറഞ്ഞ വിഷയമാണെങ്കിലും ലോകം പറഞ്ഞ വിഷയമാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ലാസറിനെ യേശു പുറത്തു കൊണ്ടുവന്നിരിക്കും. കാരണം സമൂഹം പറയുന്നതല്ല യേശു ചെയ്യുന്നത്, യഹൂദന്മാര് പറയുന്നതല്ല യേശു ചെയ്യുന്നത്, അവിശ്വാസി പറയുന്നതല്ല യേശു ചെയ്യുന്നത്. യേശുവിന്റെ കൂടെ നിൽക്കാൻ ഒരു മറിയ ഉണ്ടെങ്കിൽ, കരയുന്ന ഒരു മാതാവ് ഉണ്ടെങ്കിൽ, നിലവിളിക്കുന്ന ഒരു മാതാവ് ഉണ്ടെങ്കിൽ, നിന്റെ സഹോദരനെ, നിന്റെ മകനെ, നിന്റെ മകളെ തിരിച്ചു തരാൻ എന്റെ യേശുവിനൊറ്റ വാക്ക് മതി. അവന്റെ വാക്കിന്റെ മുമ്പിൽ ചിലതൊക്കെ പുറത്തു വരും, അവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ചിലതൊക്കെ പുറത്തു വരും. കാരണം ആ നാമമാണ് യേശുവിന്റെ നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. എല്ലാവരും ഒരു നിമിഷം എഴുതിയിട്ടുണ്ട്. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും ഒരുപോലെ പാടേണ്ടി വരുന്ന നാമം. രാത്രി ആ നാമത്തിന് മുമ്പിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ മൂന്നാമത്തെ രാത്രി ഇങ്ങനെ ആ നാമത്തിന്റെ സ്പർശനം നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടാൻ, നമ്മുടെ വീടുകളിൽ വെളിപ്പെടാൻ പോകും, നമ്മുടെ സഭകളിൽ വെളിപ്പെടാൻ പോകും, ഈ ദേശത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്, ഈ പട്ടണത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. എല്ലാ നാമത്തെക്കാളും മേലായ ഒരു നാമമാണ് യേശുവിന്റെ നാമം. സ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുന്ന ഒരേ ഒരു നാമമാണ് യേശുവിന്റെ നാമം. മേലായ നാമം, ഉയർന്ന നാമം, പിശാച് ഭയക്കുന്ന നാമം, ഭൂതങ്ങൾ പുറത്താകുന്ന നാമം, വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, പക്ഷപാതക്കാര് വിടുതൽ പ്രാപിക്കുന്ന നാമം, എത്ര പ്രായമുള്ളവരെയും വിടിവിക്കുന്ന ഒരു നാമമാണ് യേശുവിന്റെ നാമം. നാമം ഈ ദേശത്ത് ഉയരുകയാണ്, ആ നാമം ഈ മണ്ണിന്റെ മേൽ ഉയരുകയാണ്. രാത്രി കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരും. ഈ നാമത്തെ ഞങ്ങൾ ഉയർത്തി, ഈ നാമം ഈ വരും കാലം അതൊരു ആഫ്രിക്കയെ തൊട്ടതുപോലെ, ഒരു കൊറിയയെ തൊട്ടതുപോലെ കർത്താവ് ഈ ദേശത്തെ തൊടേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. മീറ്റിംഗ് വെച്ചത് കർത്താവ് ഈ ഭവനത്തിന്, അഭിലാഷിന്, ഒരു വിടുതലാക്കി കർത്താവ്, ദേശത്തിന് ഒരു വിടുതലാക്കി കർത്താവ്. പ്രവർത്തിച്ച ഒത്തിരി സഹോദരങ്ങളുണ്ട്, അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ദേശത്തിന്റെ മേൽ വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. മദ്യപാനികൾ വിടുവിക്കപ്പെടാൻ പോകുന്നു, രോഗികൾ സൗഖ്യമാകാൻ പോകുന്നു, വലിയ സമാധാനം ഈ ദേശത്ത് ഉണ്ടാകാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവസന്നിധി ലഭിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് ദേശത്തോടും ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോടും മാറ്റമില്ലാത്ത വചനം പ്രിയ വിശുദ്ധരിലൂടെ ദൈവം അറിയിക്കുവാനിടയായി. ഈ ദേശത്തിലെ അല്ലെങ്കിൽ ചിലർ വിടുവിക്കപ്പെടുവാൻ, വിവിധ മേഖലകളിൽ ആശ്രയിച്ചിട്ട് രക്ഷയില്ലാതെ വലഞ്ഞിരിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഈ രക്ഷയുടെ ദൂത് ദൈവദാസനിലൂടെ കേൾപ്പിച്ചത്. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു. ഈ യോഗം വെച്ചത് ഈ ദേശത്തിലെ ചില കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് ഈ യോഗം കാരണമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കൊയറൊരു ഗാനം ആലപിക്കും. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ള സമയമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ജീസസ്.
പരദേശിയായി ഞാൻ പാർക്കും നീകേ നാഥ എപ്പോഴും വീട്ടിൽ ചേരും ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും പരദേശിയായി ഞാൻ പാർക്കും നീകേ നാഥ എപ്പോഴും വീട്ടിൽ ചേരും ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും പരദേശിയായി ഞാൻ പാർക്കും നീകേ പാർത്തലം തന്നിലെ ജീവിതമോ വെറും പാഴ്മരു യാത്രയത്രേ പാർത്തലം തന്നിലെ ജീവിതമോ വെറും പാഴ്മരു യാത്രയത്രേ കഷ്ടതയും സങ്കടവും മാത്രമതുണ്ടനം കഷ്ടതയും സങ്കടവും മാത്രമതുണ്ടനം പരദേശിയായി ഞാൻ പാർക്കും നീകേ നാഥ എപ്പോഴും വീട്ടിൽ ചേരും ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും ജീവിതം തന്നിലെ ക്ലേശങ്ങളായി മനം തളർന്നിരിക്കുമ്പോ ജീവിതം തന്നിലെ ക്ലേശങ്ങളായി മനം തളർന്നിരിക്കുമ്പോ എന്നരികിൽ വന്നു നിത്യം നാളൊഴിച്ചിടുമീ എന്നരികിൽ വന്നു നിത്യം നാളൊഴിച്ചിടുമീ പരദേശിയായി ഞാൻ പാർക്കും നീകേ നാഥ എപ്പോഴും വീട്ടിൽ ചേരും ആമയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും തിരമ്പും തിരമാലകളേറിയൻ പാടകുലഞ്ഞിടുമ്പോ ആ തിരമ്പും തിരമാലകളേറിയൻ പാടകുലഞ്ഞിടുമ്പോ ആണിമീരേ നടന്നോനെ നീട്ടുക നിൻകരം ആണിമീരേ നടന്നോനെ നീട്ടുക നിൻകരം പരദേശിയായി ഞാൻ പാർക്കും നീകേ നാഥ എപ്പോഴും വീട്ടിൽ ചേരും ആമയം
ഭയം മാറി ആനന്ദമേറും നാളെന്നു വന്നിടും. ഹല്ലേലൂയ. കർത്താവേ, ദൈവരാജ്യത്തിന്റെ സുവിശേഷ വേലയെ മാനിച്ച്, ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് കരം നീട്ടിയ എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആർക്കെങ്കിലും നീട്ടുവാൻ കഴിയാതെ ഭാരപ്പെടുന്നുവെങ്കിൽ വരുന്ന ആളുകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി അധികമായി കൊടുക്കുവാൻ അവരുടെ കരങ്ങളെ കർത്താവ് ഒരുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇല്ലായ്മയിൽ നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കപ്പെട്ട എല്ലാ കരങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഇന്ന് രാത്രിയിൽ പ്രിയ വിഷയത്തിനെ ശക്തിയോടെ മാറ്റമില്ലാത്ത വചനം, രക്ഷയുടെ വചനം ഘോഷിക്കുവാൻ ആത്മാവിന്റെ നിറവിൽ നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇനിയും അനേക ഇടങ്ങളിൽ കർത്താവ് നിർത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെ പോയിട്ടില്ലാത്ത ദേശങ്ങളിലെല്ലാം തന്നെ വിടുവിച്ച രക്ഷകന്റെ വചന ശക്തിയോടെ ശുശ്രൂഷിക്കുവാൻ കർത്താവെ, അതിനുവേണ്ടിയുള്ള വഴിയും വാതിലുകളെയും കർത്താവ് തുറക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സുവിശേഷ മഹായോഗത്തിന്റെ ഈ മൂന്നാമത്തെ രാത്രിയെയും കർത്താവ് മാനിച്ചതിനായി സ്തോത്രം. ഈ 3 ദിവസത്തെ യോഗം കർത്താവെ, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവ് മുന്നോട്ട് നടത്തിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കും, മാനിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ സാവകാശവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും പേരും കർത്താവിന്റെ വരവ് വരെയും ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ, വേഗം വരണമേ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും എന്റെ സങ്കേതവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാവത്തി